അതുകൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ എല്ലാ സമയവും നാഥനായ റബ്ബിലേക്ക് പരിപൂർണമായി തിരിച്ചുകൊണ്ട് ജീവിക്കൽ അനിവാര്യമാണ്. കാരണം ആയുസ് വളരെയേറെ ചുരുക്കപ്പെട്ട ആളുകളാണ് നമ്മൾ. ഈ കുറഞ്ഞ ആയുസ്സിനിടയിൽ പ്രായപൂർത്തി എത്തുന്ന തലം വരെ ധാരാളം ആളുകൾ കളിച്ചും രസിച്ചും രമിച്ചും അങ്ങനെ പോവുകയാണ്. ബഹുമാനപ്പെട്ട യഹ്യാ നബി അലൈഹിസ്സലാമിന്റെ അടുക്കൽ കൂട്ടുകാർ വന്നുകൊണ്ട് കളിക്കാൻ വേണ്ടി വിളിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, പന്ത് കളിക്കാനല്ല, മാലിൽ ലഅബിന ഖുലുഖിന, ഈ ദുനിയാവിൽ പന്ത് കളിച്ചുകൊണ്ട് നിലകൊള്ളാനല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പടച്ചിട്ടുള്ളത്. അല്ലാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഈ പന്ത് കളിച്ചുകൊണ്ട് നിങ്ങളോടൊപ്പം എന്റേതാകുന്ന യുവത്വ കാലഘട്ടം അല്ലെങ്കിൽ കൗമാരഘട്ടം കളിതമാശയിലൂടെ ഏർപ്പെടുവാൻ ഞാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിന്നു സയ്യിദുന യഹ്യാ നബി അലൈഹിസ്സലാം. പ്രിയമുള്ളവരെ, പഠിച്ചു വെക്കേണ്ട പാഠമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്രയോ നല്ല സമയങ്ങളും സന്ദർഭങ്ങളുമാണ് ഈ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാവരും നിസ്കരിക്കുന്നതും നോമ്പ് പിടിക്കുന്നതും സക്കാത്ത് കൊടുക്കുന്നതും ഹജ്ജ് ചെയ്യുന്നതും ഇഷ്കിന്റെ അനുരാഗത്തിന്റെ മുത്തുനബിയോടുള്ളതാകുന്ന സ്നേഹം ലഭിക്കുവാൻ വേണ്ടി ഇത്തരത്തിലുള്ള മഹനീയമായ സദസ്സുകൾ വന്നിരിക്കുന്നതിന്റെയും ഒക്കെ ആത്യന്തികമായ ലക്ഷ്യം നമ്മളെല്ലാവരും സ്വാലിഹായി തീരുക എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ ഒരു പൈസ നമ്മൾ ബക്കറ്റിൽ നിക്ഷേപിക്കുമ്പോഴും ആർക്കെങ്കിലും ഏതെങ്കിലും നിയ്യത്തിൽ പള്ളിക്കോ മദ്രസയ്ക്കോ ദീനി സ്ഥാപനങ്ങൾക്കോ എന്ത് കാര്യത്തിൽ നമ്മൾ നൽകുമ്പോഴും നമ്മൾ ആഖിബത്ത് നന്നാവണം, അല്ലെങ്കിൽ എൻ്റെ മകൻ സ്വാലിഹാവണം, സ്വാലിഹായ ഒരു കുട്ടിയെ വേണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു ഉമ്മയുമില്ല, ഒരു ഉപ്പയുമില്ല. അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ മാനിച്ചുകൊണ്ട് അവൻ കൽപ്പിച്ച കാര്യങ്ങളെ പരിപൂർണമായി ഏറ്റെടുക്കുകയും വിരോധിച്ച കാര്യങ്ങളെ പരിപൂർണമായി ഒഴിവാക്കുകയും ജീവിക്കുകയും ചെയ്യലാണല്ലോ യഥാർത്ഥ സ്വാലിഹായി തീരാനുള്ളതായ മാർഗം. അതിനുവേണ്ടിയാണ് നാം എല്ലാവരും പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധമായ ഖുർആൻ ഒന്ന് രണ്ട് സ്വാലിഹീങ്ങളെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. അമ്പിയാക്കളിൽ ചിലരുടെ പേരെടുത്ത് തന്നെ പറഞ്ഞുകൊണ്ട് പറയുന്നു, അവരെല്ലാവരും സ്വാലിഹീങ്ങളായിരുന്നു, അള്ളാഹുവിന്റെ സച്ചരിതരായ അടിമകളായിരുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَلَقَدِ اصْطَفَيْنَاهُ فِي الدُّنْيَا وَإِنَّهُ فِي الْآخِرَةِ لَمِنَ الصَّالِحِينَ. وَلَقَدِ اصْطَفَيْنَاهُ فِي الدُّنْيا وَإِنَّهُ فِي الْآخِرَةِ لَمِنَ الصَّالِحِينَ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. തീർച്ചയായും ഇബ്രാഹിം നബി അലൈഹിസ്സലാം നാം തിരഞ്ഞെടുത്തതായ വ്യക്തിത്വമാണ്. ഒരുപാട് പരീക്ഷണങ്ങൾ നിറഞ്ഞതായ ജീവിതമായിരുന്നല്ലോ സയ്യിദുന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനുള്ളത്. ആ പരീക്ഷണങ്ങളിൽ പരിപൂർണമായി വിജയിച്ചതായ വ്യക്തിയാണ് സയ്യിദുന ഇബ്രാഹിം നബി അലൈഹിസ്സലാം. وَإِذْ ابْتَلَى إِبْرَاهِيمَ رَبُّهُ بِكَلِمَاتٍ فَأَتَمَّهُنَّ. ധാരാളം പരീക്ഷണങ്ങൾ നിറഞ്ഞതായ ജീവിതമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അല്ലാഹു നൽകിയത്. ആ പരീക്ഷണങ്ങൾ പരിപൂർണമായി വിജയിച്ചതായ വ്യക്തിയാണ് സയ്യിദുന ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അതുകൊണ്ട് തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പദവി അല്ലാഹു ഉയർത്തുകയാണ്. വലഖദ് ഇസ്തഫൈനാഹു ഫിദ്ദുനിയാ. ആ ഇബ്രാഹിമിനെ നാം ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ തിരഞ്ഞെടുത്തതാണ്.
അല്ലാഹുവിന്റെ ഖലീലാണ് സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. വഇന്നഹു ഫിൽ ആഖിറതി ലമിനസ് സാലിഹീൻ. അദ്ദേഹം പാരത്രിക ലോകത്ത് സാലിഹീങ്ങളോടൊപ്പമാണെന്ന് വിശുദ്ധമായ ഖുർആൻ. നോക്കൂ നിങ്ങൾ, ഇബ്രാഹിം എന്ന് പറയുന്ന അലൈഹിസ്സലാം പ്രവാചകനെ കുറിച്ച് അല്ലാഹു പറയുന്നു, അദ്ദേഹം സ്വാലിഹായ മനുഷ്യനാണ്. നല്ലതുപോലെ ശ്രദ്ധിക്കണം നിങ്ങൾ എല്ലാവരും. ഒരു പ്രവാചകനെ കുറിച്ച് അല്ലാഹു എടുത്തു പറയുന്നു, ആഖിറത്തിൽ പരലോകത്തിൽ അദ്ദേഹം സ്വാലിഹാണ്. സാലിഹാവുക എന്ന് പറയുന്നത് നിസാരമല്ല എന്നതിലേക്കുള്ള സൂചികയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം മക്കളില്ലാതെ വിഷമിച്ചു. അവസാനം അല്ലാഹു അദ്ദേഹത്തിന് പ്രായാധിക്യ സമയത്ത് നൽകിയ മകനാണ് സയ്യിദുനാ ഇസ്മാഈൽ നബി അലൈഹിസ്സലാം. എന്താ ഇസ്മായിൽ നബിയെ കുറിച്ച് ഖുർആൻ പറഞ്ഞത്? അതിനുശേഷം നൽകിയതാകുന്ന ഇസ്ഹാഖ് എന്ന പ്രവാചകരെ കുറിച്ച് എന്താ ഖുർആൻ പറഞ്ഞത്? നോക്കൂ നിങ്ങൾ ഖുർആൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വദ്കുർ ഫിൽ കിതാബി ഇസ്മാഈൽ ഇന്നഹു കാന സാദിഖൽ വഅദ് വകാന റസൂലൻ നബിയ്യാ وكان يأمر أهله بالصلاة والزكاة وكان عند ربه مرضيا. പരിശുദ്ധമായ ഖുർആൻ സൂറത്തു മറിയമിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്മാഈൽ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. വദ്കുർ ഫിൽ കിതാബി ഇസ്മാഈൽ. നബിയേ തങ്ങൾ ഇസ്മായിൽ എന്ന പ്രവാചകരെ കുറിച്ച് ഈ സമൂഹത്തിന് പറഞ്ഞു കൊടുക്കണേ റസൂലേ. ഇന്നഹു കാന സാദിഖൽ വഅദ്. വാഗ്ദാനങ്ങൾ പൂർത്തീകരിച്ചെന്ന പ്രവാചകരായിരുന്നു സയ്യിദുനാ ഇസ്മാഈൽ നബി അലൈഹിസ്സലാം. വകാന യഅ്മുറു അഹ്ലഹു ബിസ്സലാത്തി വസ്സകാത്ത്. തന്റെ കുടുംബത്തോട്, തന്റെ ഭാര്യയോട്, തന്റെ മക്കളോട് നമസ്കാരം കൊണ്ട് കൽപ്പിച്ചിരുന്ന വ്യക്തിയാണ്. തന്റെ കുടുംബത്തോട് സകാത്ത് കൊണ്ട് കൽപ്പിച്ചിരുന്ന വ്യക്തിയാണ്. തന്റെ കുടുംബത്തോടും തന്റെ മക്കളോടും അല്ലാഹുവിന്റെ മുന്നിൽ ആരാധന നിർവഹിക്കുന്നതിൽ വീഴ്ച വരുത്തരുത് എന്ന് കൽപ്പിച്ചതായ ഇബ്രാഹിം. വകാന ഇൻദ റബ്ബഹു മർദിയാ. അല്ലാഹുവിന്റെ തിരുസവിധത്തിൽ പടച്ച റബ്ബിന്റെ ദർബാറിൽ സംതൃപ്തിപ്പെട്ടതായ അടിമയായി മാറിയെന്ന് വിശുദ്ധമായ ഖുർആൻ. റബ്ബിന്റെ സംതൃപ്തി ലഭിച്ച അടിമയായി ഇസ്മായിൽ നബി അലൈഹിസ്സലാം മാറി. എന്തുകൊണ്ട്? സ്വന്തം കുടുംബത്തോട്, ഭാര്യയോട്, മക്കളോടൊക്കെ നിസ്കരിക്കുവാൻ വേണ്ടി കൽപ്പിച്ചുകൊണ്ടേയിരുന്നു. അല്ലേ? നമുക്കിടയിൽ ചില മാതാപിതാക്കൾ ഇപ്പോഴും അത് നിലനിർത്തി പോരുന്നവരുണ്ട്. സുബഹിയുടെ ബാങ്ക് വിളിക്കുമ്പോ, മഗ്രിബിന്റെ ബാങ്ക് വിളിക്കുമ്പോ, അല്ലെങ്കിൽ മക്കൾ വീട്ടിൽ അലസതയോടുകൂടി നിലകൊള്ളുന്ന സമയത്ത് ബാങ്ക് മുഴങ്ങുമ്പോ വേഗം പള്ളിയിൽ പോകൂ എന്ന് പറയുന്ന രക്ഷിതാക്കൾ ഇപ്പോഴും ഉണ്ട്. അല്ലേ? ഉണ്ട്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. നമ്മുടെ മക്കളെ എല്ലാം അള്ളാഹു സാലിഹീങ്ങൾ ചേർത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. എങ്ങനെ നമ്മുടെ മക്കളെ സാലിഹാക്കി തീർക്കാം? എങ്ങനെ നമ്മൾ സാലിഹായി തീരും? രക്ഷിതാക്കളെ നമ്മൾ സാലിഹാകണമെങ്കിൽ നമ്മൾ നിസ്കരിക്കുന്നതിനോടൊപ്പം, നമ്മൾ സകാത്ത് കൊടുക്കുന്നതിനോടൊപ്പം കുടുംബത്തോടും അതുകൊണ്ട് കൽപ്പിക്കുന്നവരാകണം. അങ്ങനെ കൽപ്പിച്ചു സയ്യിദുനാ ഇസ്മാഈൽ നബി അലൈഹിസ്സലാം. وكان يأمر أهله بالصلاة والزكاة. തന്റെ കുടുംബത്തോട് നമസ്കാരം കൊണ്ടും സകാത്ത് കൊണ്ടും കൽപ്പിക്കുമായിരുന്നു ഇസ്മായിൽ നബി അലൈഹിസ്സലാം എന്ന് വിശുദ്ധമായ ഖുർആൻ. അങ്ങനെ കൽപ്പിക്കുന്നതായ ഒരു രക്ഷിതാവിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുക്കുകയാണ്. വകാന ഇൻദ റബ്ബിഹി മർദിയാ. അല്ലാഹുവിന്റെ അടുക്കൽ സംതൃപ്തിപ്പെട്ടതായ സാലിഹായ അടിമയാണ്, സാലിഹായ മനുഷ്യനാണ്. നോക്കൂ നിങ്ങൾ, ഖുർആൻ എത്രയോ ആയത്തുകൾ കാണാൻ സാധിക്കും. വവഹബിനാ ലഹു ഇസ്ഹാഖ വയഅഖൂബ്
ووهبنا له إسحاق ويعقوب وكلا هدينا ونوحا هدينا من قبل ومن ذريته داود وسليمان وأيوب ويوسف وموسى وهارون وكذلك نجزي المحسنين وزكريا ويحيى وعيسى وإلياس كل من الصالحين. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അൻആമിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ധാരാളം പ്രവാചകന്മാരുടെ പേരുകൾ അല്ലാഹു ഓർമ്മപ്പെടുത്തിയിട്ട് പറയുന്നു, വസകരിയ വയഹ്യ വഈസാ വഇല്യാസ്. സക്കരിയ നബി അലൈഹിസ്സലാമും യഹ്യ നബി അലൈഹിസ്സലാമും ഇല്യാസ് നബി അലൈഹിസ്സലാം അടക്കമുള്ളതായ പ്രവാചകന്മാർ, എല്ലാ പ്രവാചകന്മാരും കുല്ലും മിനസ് സാലിഹീൻ, ഇവരെല്ലാം സാലിഹീങ്ങളാണ്, സജ്ജനങ്ങളാണ്. ഇവരൊക്കെ സാലിഹീങ്ങളായ വ്യക്തികളാണ്. അല്ലാഹു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. എല്ലാ പ്രവാചകന്മാരും, എത്ര പ്രവാചകന്മാരുടെ പേരുകളാണ്. وبشرناه بإسحاق ويعقوب وبشرناه بإسحاق ويعقوب وإنه من الصالحين. മക്കളില്ലാതെ വിഷമിച്ചതായ ബഹുമാനപ്പെട്ടതായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഇസ്മായിൽ എന്ന പൊന്നുമോനെ നൽകിയതോടൊപ്പം അല്ലാഹു ഇസ്ഹാഖ് എന്ന മകനെ അല്ലാഹു സമ്മാനിക്കുകയാണ്. ആ ഇസ്ഹാഖ് എന്ന മകനെ കുറിച്ച് അല്ലാഹു വ്യക്തമായി പഠിപ്പിക്കുകയാണ്. വ ഇന്നഹു മിനസ് സാലിഹീൻ, അദ്ദേഹം സാലിഹാണ്, സാലിഹാണ്. അദ്ദേഹം നല്ല വ്യക്തിയാണ്, സജ്ജനങ്ങളിൽപ്പെട്ട വ്യക്തിയാണ്. അത്രല്ല, അദ്ദേഹത്തിന്റെ പരമ്പരകൾ മുഴുവനും ഇസ്ഹാഖ് നബിയുടെ മക്കളാണല്ലോ ആര്? ഇസ്ഹാഖ് നബിയുടെ മകന്റെ പേരാണ് ആര്? സയ്യിദുന യഅഖൂബ് നബി അലൈഹിസ്സലാം. ഉറക്കെ പറയുന്നു, യഅഖൂബ് നബി അലൈഹിസ്സലാം പ്രവാചകനാണ്. മകനെ കിട്ടാതെ വിഷമിച്ചതാകുന്ന ഒരു വാപ്പ, ആ വാപ്പാക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത മകൻ ലോകത്തെ ഏറ്റവും സുന്ദരന്മാരായ അത്യുൽകൃഷ്ടരായ വ്യക്തികളാകുന്ന അംബിയാ മുർസലീങ്ങളെയാണ് കൊടുത്തത്. ശരിക്കും ശ്രദ്ധിക്കണേ, ശരിക്കും ശ്രദ്ധിക്കണേ, വാപ്പമാര് ശരിക്കും ശ്രദ്ധിക്കും. നേരത്തെ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ലഹരിയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണർത്തിയപ്പോഴാണ് ആ ചെറുപ്പക്കാരെ ഒന്ന് ഉണർത്താൻ വേണ്ടി ഒന്ന് രണ്ട് കാര്യം വേണ്ടി ഓർമ്മപ്പെടുത്താൻ. നമ്മുടെ മക്കള് സാലിഹായി തീരാൻ, നമ്മൾ സാലിഹായി തീരാൻ എന്താണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ടത്? നമ്മൾ അനുവർത്തിക്കേണ്ട കാര്യം എന്താണ്? സാലിഹായാൽ കിട്ടുന്ന ഗുണഗണങ്ങൾ എന്തൊക്കെയാണ്? പഠിക്കണം, നമ്മൾ മനസ്സിലാക്കണം. ശരിക്കും ശ്രദ്ധിക്കണേ. ഇസ്മായിൽ നബി അലൈഹിസ്സലാമും ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം അടക്കമുള്ളതാകുന്ന അംബിയാ മുർസലീങ്ങളെ കൊണ്ട് അള്ളാഹു സമ്പുഷ്ടമാക്കി മക്കളെ അള്ളാഹു നൽകി. ആർക്ക്? ഇബ്രാഹിം നബി എന്ന വാപ്പാക്ക്. വാപ്പാക്ക് എത്ര നാൾ മക്കളില്ല? വർഷങ്ങളായിട്ട് മക്കളില്ല. ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം ഒരു മകൻ. ആ ഇസ്ഹാഖ് നബിയുടെ മകനാണ് ആര്? യാക്കൂബ് നബി അലൈഹിസ്സലാം, അടുത്ത മകൻ. ആ യാക്കൂബ് നബിയുടെ മകനാണ് ആര്? സയ്യിദുന യൂസുഫ് നബി അലൈഹിസ്സലാം. പ്രവാചകന്മാർ മക്കളെ കൊടുത്തു എന്ന് മാത്രമല്ല, ആ മക്കളെല്ലാം സാലിഹീങ്ങളുമായി തീർന്നു. ഇതൊരു നിസ്സാര വിഷയമല്ല. എന്തുകൊണ്ട്? വല്ലുപ്പയുടെ തേട്ടം അങ്ങനെയായിരുന്നു. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ദുആ ചെയ്തത് എന്താ? ഖുർആനിലുണ്ട്, ശരിക്കും പഠിക്കണം നമ്മൾ. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം മക്കളില്ലാതെ വിഷമിച്ചതായ പ്രവാചകനാണ്. അള്ളാഹുവിനോടുള്ള ദുആ ഒന്ന് മാത്രമാണ്, അള്ളാഹുവേ എനിക്കൊരു കുട്ടിയെ നൽകണേ എന്നല്ല. റബ്ബി ഹബിലി മിനസ് സാലിഹീൻ, റബ്ബി ഹബിലി മിനസ് സാലിഹീൻ.
ഇബ്രാഹിം നബി അലൈഹിസ്സലാം പടച്ച റബ്ബിനോട് ചോദിക്കുമ്പോഴെല്ലാം അള്ളാഹുവിനോട് ചോദിച്ചതായ പ്രാർത്ഥന പഠിച്ചു വെക്കണേ മെട്ടമ്മലിലുള്ള ഉമ്മ, പഠിച്ചു വെക്കണേ സഹോദരാ, പഠിച്ചു വെക്കണേ ഉപ്പ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അമ്പിയാക്കളുടെ പിതാവ് എന്ന നാമധേയത്തിൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായ പ്രവാചകനാണ്. ഇന്നും നമ്മൾ ആ പ്രവാചകന്റെ പേരിലാണ്, അവിടുത്തെ കുടുംബത്തിന്റെ പേരിലാണ് ഒരു ബലിപെരുന്നാളിന്റെ സുദിനം പെരുന്നാളായി ആഘോഷിക്കുന്നത് എങ്കിൽ അവിടുത്തെ ചരിത്രം പഠിക്കണേ, പഠിക്കണേ. മക്കളില്ലാതെ വിഷമിച്ചതായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം എനിക്ക് കുട്ടികളെ അല്ലാ എന്ന് ചോദിച്ചിട്ടില്ല. അള്ളാഹുവിനോട് ചോദിച്ചത് ഒരേ ഒരു ചോദ്യമാണ്, റബ്ബി ഹബിലി മിനസ്സാലിഹീൻ. അല്ലാഹുവേ പടച്ച റബ്ബേ എനിക്ക് മക്കളെ നൽകുകയാണ് എങ്കിൽ സാലിഹായ സന്താനത്തെ നൽകണേ അല്ലാ. ഫബശറനാഹു ബിഗുലാമിൻ ഹലീം. സഹിഷ്ണുതയുള്ളതായ സാലിഹായ ഒരു മകനെ നാം നൽകിയെന്ന് പരിശുദ്ധമായ ഖുർആൻ. നല്ല സാലിഹായ ഒരു മകനെ നാം കൊടുത്തു. സഹിഷ്ണുതയുള്ള മകൻ. അറക്കാൻ വേണ്ടി പിടിക്കപ്പെട്ടപ്പോൾ പോലും ഓടാൻ വേണ്ടി നിൽക്കുന്നില്ല. റബ്ബിന്റെ കൽപ്പനയാണെങ്കിൽ ഇഫ്അൽ മാ തുഉമർ, അല്ലാഹ് കൽപ്പിച്ചത് ചെയ്യൂ വാപ്പ എന്ന് പറഞ്ഞ് വാപ്പാടെ മുന്നിൽ കടന്നു കൊടുക്കുക. നോക്കണം നമ്മൾ. സയ്യിദുനാ ഇസ്മാഈൽ നബി അലൈഹിസ്സലാം മകൻ സാലിഹാവുക എന്ന് പറഞ്ഞാൽ അതാണ്. എന്താണ്? വാപ്പ ചോദിച്ചു, മകനെ ഞാനിങ്ങനെ അള്ളാഹുവിൽ നിന്നുള്ളതാകുന്ന ഒരു കൽപ്പന വന്നിട്ടുണ്ട്, നിന്നെ ബലി കഴിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞപ്പോ വാപ്പാടെ മുന്നിൽ പറയുന്ന വാക്കാണ് ഇഫ്അൽ മാ തുഉമർ, യാ അബതി ഇഫ്അൽ മാ തുഉമർ. അള്ളാഹു കൽപ്പിച്ചത് ചെയ്യൂ വാപ്പ. സയ്യിദുനാ ഇസ്മാഈൽ നബി അലൈഹിസ്സലാം. അതാണ് സാലിഹായ ഒരു മകന്റെ വാക്ക്. നമ്മുടെ മക്കൾ അങ്ങനെ പറയുമോ? ചിന്തിക്കണം. നമ്മൾ കടയിൽ പോയി ഒരു സാധനം വാങ്ങാൻ പറഞ്ഞാൽ തന്നെ മക്കളുടേതാകുന്ന ശൈലി എന്താണ്, അവരുടെ വർത്തമാനം എന്താണ്, ഉമ്മമാര് ആലോചിക്കണം. നമ്മുടെ മക്കൾ സാലിഹായിട്ടുണ്ടോ? അള്ളാഹു സാലിഹാക്കി നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ പറയും. അള്ളാഹു സാലിഹാക്കി നൽകി അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ബക്കറ്റ് വരും അത് തന്നെ ആയിക്കോട്ടെ. എല്ലാവരും നല്ല നിയ്യത്തിന് ഇൻഷാ അല്ലാഹ് ഒരു സദഖ കൊടുക്കും. ബക്കറ്റ് വരുമ്പോൾ എല്ലാവരും നിയ്യത്ത് വെച്ച് കൊടുക്കും. നമ്മുടെ മക്കള് സാലിഹായി തീരണം എന്നുള്ള നിയ്യത്തിൽ അള്ളാഹു നമ്മുടെ സദഖ സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ പറയും. എല്ലാവരും ഒന്ന് കേൾക്കണുണ്ടോ? എല്ലാവരും ഒരു സദഖ. അള്ളാഹു നമ്മുടെ മക്കളെ സാലിഹീൻ ഉൾപ്പെടുത്തട്ടെ. നമ്മളും അള്ളാഹു സാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മളെയും അള്ളാഹു സാലിഹീൻ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നല്ല നിയ്യത്തിൽ കൊടുക്കണം. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ. അർഹമുർ റഹീമായ അല്ലാഹ്, ഞങ്ങൾ ഈ നൽകുന്ന സദഖ നീ സ്വീകരിക്കണേ അല്ലാഹ്. സാലിഹായ മക്കളെ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. നൽകിയിട്ടുള്ള മക്കളെ സാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. മക്കളില്ലാതെ നൊമ്പരപ്പെടുന്ന സഹോദര സഹോദരിമാരി മജ്‌ലിസിലുണ്ട്. അല്ലാഹുവേ സാലിഹായ മക്കളെ നൽകണേ അല്ലാഹ്. നൽകിയിട്ടുള്ള മക്കളെ സാലിഹീങ്ങളാക്കണേ അല്ലാഹ്. മക്കളെ കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കുന്ന മാതാപിതാക്കളായി ഞങ്ങളെ നീ ഖബൂലാക്കണേ അല്ലാഹ്. ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന് അല്ലാഹു മകനായി നൽകുകയാണ്. വീണ്ടും തുടർത്തി അല്ലാഹു കൊടുക്കുന്നു സയ്യിദുനാ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം. അവരുടെ പരമ്പര മുഴുവനും പ്രവാചകന്മാർ. മക്കളെ കൊടുത്തു എന്ന് മാത്രമല്ല, എല്ലാവരും ലോകത്തെ ഏറ്റവും അത്യുത്കൃഷ്ട ആളുകളാണല്ലോ അമ്പിയാക്കൾ. ആ വിഭാഗത്തിൽ മക്കളെ ഉൾപ്പെടുത്തി. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലയോ, യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കുറിച്ച് പറഞ്ഞു അത്രേ, അൽ കരീം ഇബ്നുൽ കരീം ഇബ്നുൽ കരീം യൂസുഫ് ബിൻ യാഖൂബ് ബിൻ ഇസ്ഹാഖ് ബിൻ ഇബ്രാഹിം സദഖ റസൂലുള്ളാഹി.
യൂസുഫ് നബി അലൈഹിസ്സലാം ആരെന്നറിയുമോ? മാന്യന്റെ മകനാണ് യൂസുഫ്. ഇബ്രാഹിമിന്റെ മകൻ, ഇസ്ഹാഖിന്റെ മകൻ, യാക്കൂബിന്റെ മകനാണ് യൂസുഫ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഒക്കെ മാന്യന്മാരായ ആളുകളാണ്, എല്ലാം സാലിഹീങ്ങളാണ്. ഇവരെല്ലാവരും സാലിഹീങ്ങളിൽപ്പെട്ടവരാണ്. അതാണ് ഖുർആൻ പറഞ്ഞത്, വകുല്ലും മിന സാലിഹീൻ. ഇവരെല്ലാം സാലിഹീങ്ങളിൽപ്പെട്ട ആളുകളാണ്. ഒരു പ്രവാചകനുമില്ല സാലിഹാകാത്ത. എല്ലാവരെ കുറിച്ച് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ലൂത്ത് നബി അലൈഹിസ്സലാമിനെ കുറിച്ച് അല്ലാഹു പറയുന്നു, വഅദ്ഖൽനാഹു ഫീ റഹ്മതിനാ ഇന്നഹു മിനസ് സാലിഹീൻ. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ സമുദായത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗരതിയുടെ വിഷയത്തിൽ ഉന്മൂലനം ചെയ്തു അത്രേ. ആ സമൂഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായി നശിപ്പിച്ചു കളയുകയാണ്. പഠിച്ചു വെക്കണേ, പാഠമാണ്. ഇന്നത്തെ നവതലമുറയിൽ സ്വർഗ്ഗരതിയോട് താല്പര്യം വെക്കുന്ന സഹോദരങ്ങളില്ലയോ, സഹോദരിമാരില്ലയോ? കലാലയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ പോലും അത്തരത്തിലുള്ള ചിന്താധാരകളിലേക്ക് പോയില്ലയോ? കോഴിക്കോടുള്ളതാകുന്ന 2 സഹോദരിമാര്, +2 വിദ്യാർത്ഥിനികളാകുന്ന സഹോദരിമാര് പരസ്പരം കെട്ടിപ്പൊളഞ്ഞ് ശാരീരിക ബന്ധത്തിൽ ഹോസ്റ്റൽ മുറിയിൽ വെച്ച് ബന്ധപ്പെട്ട് ഇടമുറിയാനാവാത്ത ബന്ധമായത് പിന്നീട് മാറി. കോവിഡിന്റെ കാലഘട്ടം വന്നപ്പോൾ വല്ലാതെ മാനസികമായ സംഘർഷമായി. അവർ കോടതിയിലേക്ക് വന്നുകൊണ്ട് കേസ് ഫയൽ ചെയ്യുകയാണ്. ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കണം, സ്വർഗ്ഗരതി അനുരാഗം ഈ ജീവിതത്തിൽ ഞങ്ങൾക്ക് കൊണ്ടെത്തിക്കണം. മാത്രമല്ല ഞങ്ങൾക്കത് അനുവർത്തിക്കുന്ന രാജ്യത്താണ് ജീവിച്ചു പോകുന്നത്. പരിപൂർണമായി അനുവദിക്കുന്ന കാലഘട്ടത്തിലാണ് ഞങ്ങൾ പോകുന്നത്. മാതാപിതാക്കൾക്കെതിരെ കേസ് നൽകുകയാണ്. ഹൈക്കോടതി അടക്കം അവർക്ക് അനുകൂലമായി വിധി നൽകുകയാണ്. 18 വയസ്സ് വരെ അവളെ പഠിപ്പിച്ചതാകുന്ന മാതാപിതാക്കൾ, അവൾക്ക് വേണ്ടുന്നതായ ഭക്ഷണം നൽകിയ രക്ഷിതാക്കൾ, അവർക്ക് വേണ്ടുന്ന പാർപ്പിട സൗകര്യങ്ങൾ നൽകിയ കുടുംബാദികൾ, അവർക്ക് വേണ്ടുന്ന ജീവിതോപാധികൾ കൊടുക്കാൻ വേണ്ടി പ്രവാസ ലോകത്ത് നിന്ന് കഷ്ടപ്പെട്ടതാകുന്ന രക്ഷിതാക്കൾ, അവരെ കോടതി മുറിയിൽ നിർത്തിക്കൊണ്ട് ജഡ്ജിയുടെ വാദമാണ്, നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാനുള്ള അനുവാദമാണ്. പെണ്ണുമായി ഒരുമിച്ച് ജീവിക്കുന്ന കാലഘട്ടം 1400 വർഷം മുമ്പ് മുത്തുനബി പറഞ്ഞില്ലയോ, നിക്കാഹുർ റജുലി റജുലാ വനിക്കാഹുൽ മർഅതി അൽ മർഅതാ. പുരുഷനുമായി ലൈംഗിക വേഴ്ച നടത്തുന്ന കാലഘട്ടം വന്നാൽ സ്ത്രീകളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് സ്വർഗ്ഗരതിയുടെ അനുരാഗ അനുഭൂതിയിൽ നിലകൊണ്ട് പരസ്പരം ഞങ്ങൾ വിവാഹം കഴിച്ചുകൊണ്ട് ജീവിക്കാമെന്ന് സ്ത്രീകൾ തന്നെ സമൂഹത്തോട് വിളിച്ചു പറയുന്ന കാലഘട്ടം വന്നാൽ ലോകാവസാനമാണ് സാബ. 1400 വർഷം മുമ്പ് മുത്തുനബി പറഞ്ഞത് ഇന്ന് നേർക്ക് നേരെ കാണുകയല്ലയോ? കലാലയങ്ങളിലേക്ക് മക്കളെ പറഞ്ഞുവിടുന്ന മെട്ടമ്മലിലുള്ള പ്രിയപ്പെട്ടതാകുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, കാസർഗോഡുള്ള പ്രിയപ്പെട്ടതാകുന്ന ഉമ്മമാരെ, ബാംഗ്ലൂരിലേക്കും എറണാകുളത്തേക്കും തിരുവനന്തപുരത്തേക്കും ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും വിദൂര വിദ്യാഭ്യാസത്തിന് വേണ്ടി മക്കളെ പറഞ്ഞുവിട്ട് സമൂഹത്തിന്റെ മുന്നിൽ ഗരിമ കാണിച്ചുകൊണ്ട് എന്റെ മകൻ UK പോയവനാണ്, എന്റെ മകൻ അമേരിക്കയിൽ പോയി വിദ്യാഭ്യാസം നുകർന്നവനാണ്, എന്റെ മകൻ ചൈനയിൽ പോയി MBBS കരഗതമാക്കിയവനാണ്, എന്റെ മകൾ ലണ്ടനിലാണ് പഠിച്ചതെന്ന് പറഞ്ഞ് സമൂഹത്തിന്റെ മുന്നിൽ ഗരിമ കാണിക്കുന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ആ മക്കൾ അവിടുന്ന് കൊണ്ടുവരുന്ന പാശ്ചാത്യ സംസ്കാരത്തെ കുറിച്ച് 1400 വർഷം മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതല്ലയോ, നിൻഹാ നിക്കാഹു റജുലി അർറജുലാ. പുരുഷനുമായി ലൈംഗിക വേഴ്ച നടത്തി പരസ്പരം സായുജ്യമണിയുന്ന കാലഘട്ടം വന്നാൽ അത് ലോകാവസാനത്തിന്റെ അടയാളമാണെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഇന്ന് പുരുഷനെ കൊണ്ട് ലൈംഗിക രതിക്രീഡയിൽ സായുജ്യമണിയുന്ന കാലഘട്ടമല്ലയോ? അത്തരത്തിലുള്ള കേകൾ അധികരിച്ച കാലഘട്ടമല്ലയോ? സ്ത്രീകളുമായി ലൈംഗിക വേഴ്ച നടത്തിയിട്ട് പരസ്പരം സായുജ്യമണിഞ്ഞുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് വിവാഹം കഴിച്ചുകൊള്ളാമെന്ന് പറഞ്ഞ് വീട്ടിൽ വന്ന് ബഹളം വെച്ച് അത്തരത്തിലുള്ള ജീവിതത്തിലേക്ക് പോകുന്നവരല്ലയോ? വിവാഹം കഴിക്കാൻ തയ്യാറാവുന്നവരല്ലയോ? ലെസ്ബിയനുകളായി മാറുകയല്ലയോ? ആദരവായ പ്രവാചകൻ എന്ന് പറഞ്ഞത് ഇന്ന് നേർക്ക് നേരെ ഈ സമൂഹം ദർശിക്കുകയല്ലയോ? നഊദു ബില്ലാഹ്.
അത്തരത്തിലുള്ള പ്രവണതയുമായി നിലകൊണ്ടതായ ഒരു കാലഘട്ടം ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ സമുദായമാണ്. ഖുർആൻ അവരെ കുറിച്ച് പരിചയപ്പെടുത്തുകയാണ്. വലഖദ റാവദൂഹു അൻ ളൈഫിഹി ഫതമസനാ അയുനുഹും ഫദൂഖൂ അദാബി വനുദർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ സമുദായത്തെ നശിപ്പിച്ചത്, സ്വർഗ്ഗരതിയുമായി ബന്ധപ്പെട്ട ജീവിതം നയിച്ചതായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അവരെ അല്ലാഹു നശിപ്പിച്ചതിന്റെ കോലം ഖുർആൻ പറയുകയാണ്. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം, ആ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ഒരൊറ്റ അട്ടഹാസത്തോടുകൂടി ഫതമസനാ അയുനുഹും, അവരുടെ കാഴ്ച മുഴുവനും അല്ലാഹു പറിച്ചു കളയുകയാണ്. എല്ലാവരുടെയും കണ്ണല്ലാഹു അടിച്ചു പൊട്ടിക്കുകയാണ്. ഇവർ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ഒരൊറ്റ അട്ടഹാസത്തോടുകൂടി ബഹുമാനപ്പെട്ട ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ സമുദായത്തിന്റെ സർവരുടെയും കാഴ്ച പോയി എന്ന് വിശുദ്ധമായ ഖുർആൻ. ഫജഅൽനാ ആലിയഹാ സാഫിലഹാ വഅംതർനാ അലൈഹാ മിൻ ഹിജാറത്തിൻ മിൻ സിജ്ജിലിൻ മൻളൂദ്. പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. 3 ശിക്ഷകളാണ് അവർക്ക് മേൽ അല്ലാഹു നൽകിയത്. ഒന്നവരുടെ കണ്ണടിച്ച് പൊട്ടിക്കുകയാണ്, കണ്ണിന്റെ കാഴ്ച അല്ലാഹു ഇല്ലാതാക്കുകയാണ്. രണ്ടാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മേൽ ആകാശ ലോകത്ത് നിന്ന് തീയുടെ കല്ല് അല്ലാഹു വർഷിപ്പിക്കുകയാണ്. വഅംതർനാ അലൈഹിം ഹിജാറത്തൻ മിൻ സിജ്ജിലിൻ മൻളൂദ്. നരകത്തിൽ വെച്ചുകൊണ്ട് ചൂടാക്കപ്പെട്ടതായ അതിശക്തമാകുന്ന ചൂടുള്ള തീക്കനലുകൾ അവരുടെ മേൽ അല്ലാഹു വർഷിക്കുകയാണ്. തീക്കട്ട അവരുടെ മേൽ അല്ലാഹു വർഷിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമൂഹത്തിന് നൽകിയതായ രണ്ടാമത്തെ ശിക്ഷയാണ്. തീക്കട്ട അവരുടെ മേൽ വർഷിച്ചു എന്ന് മാത്രമല്ല, ഫജഅൽനാ ആലിയഹാ സാഫിലഹാ, ആ ഭൂമിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ വസിച്ചിരുന്നതായ ഭൂമിയെ കീഴ്മേൽ അല്ലാഹു മറിച്ചു കളയുകയാണ്. താഴെ നിന്ന് എടുത്തുകൊണ്ട് മുകളിലേക്ക് കൊണ്ടുവന്ന് നിലത്തേക്ക് അടിച്ച് നിലം പരിശാക്കുകയാണ്. ഇന്നലകളിൽ ഇത്തരത്തിലുള്ള ഒരു സമൂഹം ഈ ലോകത്തില്ലായിരുന്നു എന്ന് വിശ്വസിക്ക വിധത്തിലേക്ക് ആ സമൂഹത്തെ അല്ലാഹു ഉന്മൂലനം ചെയ്തു അത്രേ. പഠിച്ചു വെക്കേണ്ട പാഠമാണ്. മക്കളെ കലാലയങ്ങളിലേക്ക് പറഞ്ഞേക്കുന്നതായ രക്ഷിതാക്കളെ, സഹോദര സഹോദരി, നമ്മുടെ മക്കളെ ശ്രദ്ധിക്കണേ. മക്കള് സാലിഹായി തീരാൻ ശ്രദ്ധ പതിപ്പിച്ചിട്ടില്ല എങ്കിൽ അപകടമാണ്. ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഒരു ഉമ്മ മിനിഞ്ഞാന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ മകൻ ഭയങ്കര ബഹളാണ് വീട്ടില്. 20 വയസ്സുണ്ട് മകന്. എന്താണ് പ്രശ്നം? അവന് പെണ്ണാവണം, ഓപ്പറേഷൻ ചെയ്യാൻ പോവാണ്. മുസ്ലിം സമുദായത്തിൽ നടക്കുന്ന വിഷയമായി പറഞ്ഞു. ഒരു ഉമ്മ വിളിച്ചിട്ട് അവർ കരയാണ്. 20 വയസ്സുള്ള മകൻ, അവൻ അതിനുള്ള ആളെ എല്ലാം സജ്ജീകരിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചെറുപ്പം മുതലേ അവന്റെ ഒരു ചായ്വ് അങ്ങോട്ടാണ്, പെണ്ണാകണം. ഇപ്പൊ അവന്റെ ബോഡി ഷേപ്പുകളൊക്കെ ആ രീതിക്ക് ആക്കാൻ വേണ്ടി ശസ്ത്രക്രിയ ചെയ്യാൻ വേണ്ടി അവർ റെഡി ആയിരിക്കുക. അടുത്ത ദിവസം നടത്തും. 28-ാം തീയതി. ഇന്നിപ്പോ 25 അല്ലേ? 28-ാം തീയതി അങ്ങനെ ഡേറ്റ് എടുത്തിരിക്കുക. ഓപ്പറേഷൻ നടത്തുമെന്ന് പറഞ്ഞിരിക്കുക. വീട്ടിൽ വന്ന് നേരത്തെ പല ഡേറ്റുകൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോൾ അവനെ ഉറപ്പിച്ച മട്ടാണ് ഏകദേശം. ഒന്ന് ചിന്തിച്ചു നോക്കാൻ. നഊദുബില്ലാ, അല്ലാഹു നമ്മുടെ മക്കളെ കാത്തു സംരക്ഷിക്കട്ടെ. പെണ്ണാകാൻ വേണ്ടി ശസ്ത്രക്രിയ നടത്താൻ ആര്? 20 വയസ്സുള്ള ചെറുപ്പക്കാര്. നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന സംഭവങ്ങളാണിത്. ഓരോ കുടുംബങ്ങളിൽ നടക്കുന്ന പ്രശ്നങ്ങളാണ്. മക്കളെ ചെറുപ്പത്തിലെ നിരീക്ഷിക്കണം, അവരെ ശ്രദ്ധിക്കണം. മക്കൾക്ക് അവർക്ക് സ്വാതന്ത്ര്യം നൽകി ഇഷ്ടം പോലെ ഏതു കോലത്തിലും രൂപത്തിലും ജീവിക്കാമെന്ന ഒരു സാഹചര്യം രക്ഷിതാക്കൾ വെച്ചു കൊടുക്കരുത്. എന്നിട്ട് പിന്നീട് അവസാനം വന്നിട്ട് എന്റെ മോൻ സാലിഹായില്ല എന്ന് പറഞ്ഞ് കൈകാലിട്ടടിച്ചിട്ട് കാര്യമില്ല. മക്കളെ സാലിഹ എന്ന് പറഞ്ഞാൽ നിസ്സാരല്ല. ജനിക്കുന്നതിന് മുമ്പേ തുടങ്ങണം പ്രക്രിയ. നേരത്തെ ശ്രദ്ധിക്കേണ്ടത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്,
നീ നിന്റെ പ്രിയപ്പെട്ടതാകുന്ന ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ തന്നെ അഊദും ബിസ്മിയും ചൊല്ലിക്കൊണ്ട് ബന്ധപ്പെടണേ. ഇല്ലെങ്കിൽ അപകടമാണ്, മക്കൾ സാലിഹാവുകയില്ല. ശ്രദ്ധിക്കണം. ഇതൊക്കെ നമ്മൾ വയലു പറയുമ്പോൾ തമാശയിലൂടെ കേട്ട് ഇങ്ങനെ വിടും. ഞാൻ ഈ അടുത്ത് തൃശ്ശൂര് വരാന്തരപ്പള്ളി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വയലിന് വേണ്ടി പോയപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോയി വീട്ടിൽ കിടപ്പുമുറിയിൽ അയാളിങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു, അല്ലാഹുമ്മ ജന്നിബി ശൈത്താന വജിന്നിബി ശൈത്താന മാറദ്വക്കത്താന. ദുആ അല്ല, സംഭവത്തിൽ ഏർപ്പെടുമ്പോൾ ചെയ്യേണ്ട ദുആ ബെഡ്റൂമിൽ ഭയങ്കരമായിട്ട് കല്ലുമ്മ കൊത്തി വെച്ചിരിക്കുക. കാരണം എന്താ, മറക്കാതിരിക്കാനായിരിക്കും, നല്ലതാണ്. നമ്മുടെ വീടുകളിലൊക്കെ ചിലപ്പോൾ പള്ളിയിലോട്ട് ചെല്ലുമ്പോൾ ബാത്റൂമിൽ ഇറങ്ങുമ്പോഴൊക്കെ ദുആ ഉണ്ടല്ലോ, അതുപോലെ അദ്ദേഹം ബെഡ്റൂമിൽ ഇത് റെഡിയാക്കി വെച്ചിരിക്കുക. കാരണം വലിയൊരു വിഷയമാണത്. തമാശയായിട്ട് നമ്മൾ കേൾക്കുന്നെങ്കിലും വലിയൊരു ഗൗരവമുള്ള വിഷയമാണ്. കാരണം ആരും അത് ചെയ്യലില്ല, മറന്നു പോകലുണ്ട്. സുന്നത്തായ ദുആ ആണ്, നബിതങ്ങൾ പഠിപ്പിച്ചതല്ലേ, നബിതങ്ങൾ പഠിപ്പിച്ചതല്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതിനെ നിസ്സാരവൽക്കരിക്കുന്നവരായി മാറിയതുകൊണ്ട് മക്കൾ ഇന്ന് സാലിഹാകുന്നില്ല. മക്കൾ സാലിഹാകാത്തതിൽ വ്യസനിക്കുന്ന ദുഃഖിക്കുന്ന മാതാപിതാക്കളായി മാറുകയാണ് നാം. പറഞ്ഞാൽ അനുസരിക്കുന്നില്ല, തമ്മാടിയായി മാറി, കള്ളുകുടിയനായി മാറി, ലഹരിക്ക് അടിമപ്പെടുന്നു, വീട്ടിൽ മാതാപിതാക്കളെ ചീത്ത വിളിക്കുന്നു, ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെടുന്ന മക്കൾ. അപ്പയോടും ഉമ്മയോടും ഒരു വിഷയം തുറന്നു പറയുന്നില്ല, ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെടുന്ന മക്കൾ. വളരെ ശ്രദ്ധിക്കണം, അവരെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. അടച്ചിട്ട റൂമിൽ ഒറ്റയ്ക്കിരിക്കുക, 3-4 മണിക്കൂർ ഇരുന്നാലും ഒരു പ്രശ്നമല്ല. വാതിന് വേണ്ടി വാപ്പയും ഉമ്മയും പോകുമ്പോഴത്തേക്ക് വാപ്പായുടെ ഉമ്മ പറയും നിങ്ങൾ പൊയ്ക്കോ. ഇപ്പൊ ഈ സദസ്സിലിരിക്കുന്ന രക്ഷിതാക്കളിൽ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ 10ാം ക്ലാസ്സിലും +1-നും +2-നും ഒക്കെ പഠിക്കുന്ന മക്കൾ വീട്ടിലുണ്ടാകും, അധിക മക്കളും ഉണ്ടാവും, ഉറപ്പാണ്. വാപ്പായും ഉമ്മയും പോകുന്ന വലിയ വാതൊക്കെ കേട്ട് റാഹത്തായി തസ്ബിയൊക്കെ പിടിച്ച് ഇരിക്കുക, വീട്ടിൽ മക്കൾ വേറെ സാധനം പിടിച്ചിരിക്കുക, WWW വേറെ കോലത്തിലോട്ട് പോയി. അതാണ് അവസ്ഥ. നമ്മളൊരു വാതിന് അവരെ കൊണ്ടുവരുന്നില്ല, കേൾപ്പിക്കേണ്ട അഹ്ലികാരെ കേൾപ്പിക്കുന്നില്ല, അവരൊന്നും കേൾക്കാൻ തയ്യാറാവുന്നില്ല. ഞങ്ങൾ ഇതിനകത്ത് ഓൺലൈൻ വഴി കേട്ടോളാം എന്ന് പറഞ്ഞ് വാപ്പായും ഉമ്മയും പറഞ്ഞു വിട്ട് 2 മിനിറ്റ് അങ്ങോട്ട്, പിന്നെ 2 മിനിറ്റ് അത് കഴിയുമ്പോൾ വേറെ ചാറ്റിങ്. അല്ലാഹ് ഹലാസ്. ഇതല്ലേ സമൂഹത്തിൽ നടക്കുന്നത് അല്ലേ? എത്രയോ ആക്കൾ, നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുക, നിങ്ങളുടെ മക്കളൊക്കെ ഇവിടെ വന്നിട്ടുണ്ടോ? നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുക, ഉമ്മമാരും ചിന്തിക്കുക, നിങ്ങളുടെ 16-17 വയസ്സുള്ള മകൾ എവിടെയാണ്? ഈ സദസ്സിൽ വന്നതാകുന്ന മക്കൾ എത്ര പേരുണ്ട്? നമ്മുടെ ആൺമക്കളിൽ തന്നെ എത്ര ആളുകൾ ഈ സദസ്സിൽ വരാത്തവരുണ്ട്? എത്ര പേരുണ്ട്? 500-ഓളം കുടുംബങ്ങളുടെ മഹലല്ലേ നമ്മുടെ. ഇനി ഉണ്ടല്ലോ വരാത്ത ഇഷ്ടം പോലെ ആളുകളുണ്ടല്ലോ, ഉണ്ട്. എവിടെ പോയി അവര്? പ്രവാസ ലോകത്തുള്ളവരെ കുറിച്ചല്ല, നാട്ടിലുള്ളവർ തന്നെ എത്ര ആളുകളുണ്ട് വരാതിരിക്കുന്നവർ, ശ്രദ്ധിക്കാത്തവർ ഒക്കെ. നമുക്ക് പറയാനൊരു കാരണമുണ്ട്, പഠിക്കാനാണ്. എന്താ പഠനം? എന്ത് പഠനം? അപ്പൊ ഇത്തരത്തിലുള്ള ആത്മീയ സദസ്സുകളോടൊരു പഠനമല്ലേ? നമ്മൾ ഭൗതികമായ പഠനത്തിന് താല്പര്യം വെച്ച് മക്കള് സാലിഹാകാതിരിക്കുന്നു. ശ്രദ്ധിക്കണം, മക്കളെ കേൾപ്പിക്കേണ്ട പല വിഷയങ്ങളും നമ്മൾ കേൾപ്പിക്കാതെ പോവാൻ, അവരറിയാതെ പോവാൻ, അവൾ കരിച്ചും രസിച്ചും രമിച്ചും അവരുടെ ജീവിതം തള്ളി നീക്കാൻ. വേൾഡ് കപ്പ് തുടങ്ങി, ഇനിയുള്ള ദിവസങ്ങളിൽ ഞങ്ങൾ ഒരു വാതിനും ഇല്ല, ഞങ്ങൾ ക്രിക്കറ്റ് കളി കണ്ടുകൊണ്ടിരിക്കുക, വിരാട് കോഹ്ലിയാണ് ഞങ്ങളുടെ രാജാവ് എന്ന് പറഞ്ഞ് കളി കണ്ടുകൊണ്ടിരിക്കുന്നു. ആയിക്കോട്ടെ, ഇന്ത്യ ജയിച്ചു, സന്തോഷം. ഞാൻ അതിന്റെ പിറകെ നീ ഇങ്ങനെ തോന്നി വീങ്ങും വേണ്ടി ഇങ്ങനെ നീ ദീനിയായ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പഠനങ്ങൾ ഒഴിവാക്കി ഇതിന്റെ പുറകെ തന്നെ കെട്ടിത്തൂങ്ങാതെ. എന്താണ് സമൂഹത്തിന്റെ അവസ്ഥ? ബഹുമാനപ്പെട്ടതാകുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുർആൻ ഓതിക്കൊണ്ട് പറയുകയാണ്, ബഹുമാനപ്പെട്ട ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ സമൂഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല 3 രീതിയിലുള്ള അദാബ് നൽകി അല്ലാഹു അവരെ ശിക്ഷിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ലൂത്ത് നബി അലൈഹിസ്സലാമിനെ പരിപൂർണമായി സംരക്ഷിക്കുകയാണ്. വഅദ്ഖൽനാഹു ഫീ റഹ്മത്തിനാ. ലൂത്ത് നബി അലൈഹിസ്സലാം എന്ന പരിശുദ്ധനായ പ്രവാചകൻ സംശുദ്ധനായ വ്യക്തിയാണ്. അദ്ദേഹത്തെ നാം നമ്മുടെ റഹ്മത്തിൽ, നമ്മുടെ കാരുണ്യത്തിൽ പ്രവേശിപ്പിച്ചു. അദ്ദേഹത്തെ നാം ബുദ്ധിമുട്ടിച്ചില്ല, അദ്ദേഹത്തിന്റെ കണ്ണടിച്ച് നാം പൊട്ടിച്ചില്ല, അദ്ദേഹത്തെ നാം നശിപ്പിക്കുകയും ചെയ്തില്ല. എന്തുകൊണ്ടെന്നറിയുമോ? വഇന്നഹു മിനസ്സാലിഹീൻ.
വഇന്നഹു ലമിനസ് സാലിഹീൻ, അദ്ദേഹം സജ്ജനങ്ങളിൽപ്പെട്ടതായ സാലിഹായ സൽവർത്തനായ മനുഷ്യനായിരുന്നു എന്ന് വിശുദ്ധമായ ഖുർആൻ. അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള സ്വവർഗരതിയോ പരിപാടിയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആരായി? സ്വാലിഹായ മനുഷ്യനായി. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ മക്കളെ ഇന്ന് പഠിക്കാൻ വിടുന്നു. പഠിക്കാൻ വിട്ടവനാ കലാലയത്തിൽ പോയി പഠിച്ച് അള്ളാഹുവിനെ കുറിച്ച് പഠിക്കാൻ വിടുന്ന കലാലയത്തിൽ നിന്ന് തിരിച്ചു വരുമ്പോ അല്ല ഇല്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് സമൂഹം മാറിയില്ലേ? ഇത്ര ആളുകൾ, യുക്തിവാദികൾ, നിരീശ്വരവാദികൾ കേട്ട് മക്കൾ മാറുക. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഇത്ര ഉദാഹരണങ്ങൾ, അടുത്തിടെ സംഭവങ്ങൾ. ഇന്നിറങ്ങിയിട്ടുള്ള യുക്തിവാദികളൊക്കെ നോക്ക്. ചെറിയ മക്കൾ, കോളേജിൽ പഠിച്ച മക്കൾ, അറബി കോളേജിലേക്കൊക്കെ പഠിക്കാൻ വിട്ട മക്കൾ, അള്ളാഹുവിനെ കുറിച്ച് ശരിക്ക് പഠിക്കാൻ വിട്ട മക്കൾ അല്ല ഇല്ല എന്ന് പറയുന്ന വാദിക്കുന്ന അവസ്ഥയിലേക്ക് അള്ളാഹുവിന്റെ ഹിദായത്തെ ഊരിയെടുത്തു. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നിസ്സാര വിഷയമല്ല. നമ്മുടെ മക്കൾക്കൊക്കെ അള്ളാഹു നൽകിയിരിക്കുന്ന ഹിദായത്ത്, ഈമാനിക പ്രകാശം, അത് കെടുത്തിക്കളയാൻ ശ്രമിക്കുന്ന ധാരാളം ദുശക്തികൾ ഈ ഭൂമിയിലുണ്ട്. അതിനെ തടയിടാനാണ് മദ്രസയുടെ വിദ്യാഭ്യാസവും ഇത്തരത്തിലുള്ളതാകുന്ന ദീനീ കലാലയങ്ങൾ മുഖേനയും നടക്കുന്നത്. മനസ്സിലാക്കണം. അതിന് തടയിടാൻ, പിശാച് നമ്മളിലേക്ക് കൂടുതൽ വശംവദരാകാതിരിക്കാൻ, പിശാചിന്റെ കടിഞ്ഞാണിൽ നമ്മൾ പെടാതിരിക്കാൻ ബഹുമാനപ്പെട്ട ശഹ്ർ ഇബ്നു ഹൗശബ് റളിയല്ലാഹു തആല അൻഹു ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് വന്നുകൊണ്ട് ചോദിക്കുകയാണ്. ശഹ്ർ ഇബ്നു ഹൗശബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഖുൽതു ലി ഉമ്മി സലമത റളിയല്ലാഹു അൻഹാ, ആദരവായ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹയോട് ഞാൻ ചോദിച്ചു പോയി, മാ അക്സറു ദുആഇ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ കാന ഇൻദകി. എല്ലാ ദിവസവും അസർ കഴിഞ്ഞ് തന്റെ പ്രിയപ്പെട്ട ഭാര്യമാരുടെ അടുക്കൽ വന്നുകൊണ്ട് റോന്ത് ചുറ്റി ആവശ്യങ്ങൾ പൂർത്തീകരിച്ചിട്ട് പോകാറുള്ള മുത്തുനബി ഓരോരോ ദിവസങ്ങൾ ഓരോരോ ഭാര്യമാർക്ക് ഊഴം വെച്ചുകൊണ്ട് പരിശുദ്ധമായ ജീവിതം കാഴ്ചവെച്ചതായ ഹബീബ് തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കാറുള്ള പ്രാർത്ഥന ഏതാണ് ഉമ്മ? ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽപ്പെട്ട ഉമ്മു സലമ ബീബി റളിയല്ലാഹു അൻഹയോട് ശഹ്ർ ഇബ്നു ഹൗശബ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, മാ അക്സറു ദുആഇ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ കാന ഇൻദകി. നിങ്ങളുടെ അടുക്കൽ മുത്തുനബി വരുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഏതാണ് ഉമ്മ? ഉമ്മു സലമ ബീബി റളിയല്ലാഹു അൻഹ പറയുകയാണ്, കാന മിൻ ദുആഇ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആദരവായ പ്രവാചകൻ ഏറ്റവും കൂടുതൽ ദുആ ചെയ്യാറുള്ളത്, തന്റെ വീട്ടിൽ വരുമ്പോൾ പ്രാർത്ഥിക്കാറുള്ളത്, യാ മുഖല്ലിബൽ ഖുലൂബ്, യാ മുഖല്ലിബൽ ഖുലൂബ് ثبت قلبي على دينك وفي طاعتك وفي إيمانك يا الله. കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മാലോകരുടെ മനതലങ്ങൾ മദീനയിലേക്ക് മാടി വിളിച്ച ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ പ്രാവശ്യവും എന്റെ വീട്ടിൽ വരുമ്പോ ഏറ്റവും കൂടുതൽ അധികമായി ചോദിക്കാറുള്ള ദുആ ഇതാണ്. കൂട്ടുകാരെ ഏതാണ് ആ ദുആ എന്നറിയുമോ? യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ തിരിച്ചു കളയുന്ന നാഥാ, സബ്ബിത് ഖൽബി അലാ ദീനിക, എന്റെ ഹൃദയത്തെ നിന്റെ ദീനിന്റെ മേൽ അടിയുറച്ച് നിർത്തണേ അല്ലാഹ്. വഫീ തഅതിക വഫീ ഈമാനിക യാ അല്ലാഹ്. നിന്നെ അനുസരിച്ച് ജീവിക്കാനും നിന്റെ വിശ്വാസത്തിന്റെ മേലും എന്റെ ഹൃദയത്തെ നീ അടിയുറപ്പിച്ച് നിർത്തണേ അല്ലാഹ്. ഇതാണ് ഏറ്റവും കൂടുതൽ നബി തങ്ങൾ എന്റെ അടുക്കൽ വരുമ്പോൾ ദ്വാരക്കാറുള്ളത്. ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ, നബിയുടെ ഭാര്യ പറയാ. ആരാ ദുആ ചെയ്യുന്നത്? മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യുന്നു, തന്റെ ഹൃദയത്തിൽ നിന്ന് ഈമാൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ. ശ്രദ്ധിക്കണേ, നമ്മൾ ശ്രദ്ധിക്കണേ. ഈമാൻ നഷ്ടപ്പെട്ടു പോയി സാലിഹാവൂല, ഈമാൻ കാമിലാവൂല, മോശപ്പെട്ട വ്യക്തിയായി മാറും.
അതിനുവേണ്ടി നബി തങ്ങൾ ദുആ ചെയ്യാണ്, അധികരിച്ച ദുആ, അക്സറു മിൻ ദുആഇ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളൊക്കെ കാണാതെ പഠിക്കേണ്ട ദുആ ഏതാണ്? യാ മുഖല്ലിബൽ ഖുലൂബി സബ്ബിത് ഖൽബി അലാ ദീനിക വഫീ തഅതിക വഫീ ഈമാനിക യാ അല്ലാഹ്. നിന്റെ വിശ്വാസത്തിലും നിന്റേതാകുന്ന സംസ്കാരത്തിലും നിന്റെ ആരാധനയിലുമായി എന്റെ ഹൃദയത്തെ നീ അടിയുറപ്പിച്ച് നിർത്തണേ അല്ലാഹ്. ഹൃദയങ്ങളെ തിരിച്ചു കളയുന്ന നാഥാ, എന്റെ ഹൃദയത്തെ നിന്റെ വിശ്വാസത്തിൽ അടിയുറപ്പിക്കണേ അല്ലാഹ്. ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഞാൻ മുത്തുനബിയോട് ചോദിച്ചു, മാലി അക്സരി ദുആയിക യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക യാ റസൂലല്ലാഹ്. നബിയേ നബിയേ, തങ്ങൾ എന്തിനാണ് ഈ ദുആ അധികരിപ്പിക്കുന്നത്? എന്തിനാണ് ഈ ദുആ എപ്പോഴും തങ്ങൾ അധികരിപ്പിക്കുന്നത്? ഫഖാല ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് പറഞ്ഞു തന്നു, യാ ഉമ്മ സലമ, അല്ലയോ ഉമ്മു സലമ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെതാകുന്ന കൈകളിലാണ് വിശ്വാസികളുടെ ഈമാൻ സ്ഥിതി ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അധികാര പരിധിയിലുള്ളതാണ് നമ്മുടെ ഈമാനിനെ സംരക്ഷിക്കുക എന്നുള്ളത്. അവനിഷ്ടമുള്ളവർക്ക് ഈമാൻ നൽകും, അവനിഷ്ടമുള്ളവർക്ക് ഈമാനിനെ തെറ്റിച്ചു കളയും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈമാനിനെ സ്ഥിരപ്പെടുത്തുക എന്നുള്ളത് നിസ്സാരമായ സംഗതിയല്ല ഉമ്മു സലമ. അതുകൊണ്ടാണ് റബ്ബിനോട് ഹൃദയത്തെ തിരിക്കുന്ന നാഥാ, എന്റെ ഹൃദയത്തെ ഈമാനിൽ അടിയുറച്ച് നിർത്തണേ എന്ന് ഞാൻ അധികമായി ദുആ ചെയ്യുന്നത് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. പഠിച്ചു വെക്കണേ സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിലും ഉണ്ടാവേണ്ട പ്രാർത്ഥനയാണ്. കാരണം ഈമാൻ നഷ്ടപ്പെട്ടു പോയാൽ മുഅ്മിനാവുകയില്ല, കാഫിറായി ചത്തുപോകുന്നതാണ്. ഇന്ന് എത്രയോ മക്കളാണ് ലോകത്തിന്റെ പല കോണുകളിലേക്ക് വിദ്യാഭ്യാസം നുകരാൻ പോകുന്ന അവസാനം തിരിച്ചു വരുമ്പോ നിരീശ്വരവാദികളായി, ദീനില്ലാത്തവരായി മടങ്ങി വരികയാണ്. എത്ര ആളുകളുണ്ട് പഠിക്കാൻ വിട്ടതാൻ. ഇന്നിപ്പോ ഒരു സഹോദരൻ, കാസർഗോഡിലുള്ള ഒരു സഹോദരൻ, ഉപ്പളയിലുള്ള ഒരു സഹോദരൻ തന്റെ മകനെ UK പഠിക്കാൻ വിട്ടു. എന്നോട് പറഞ്ഞു, ഉസ്താദേ ഒരു വോയിസ് വിടണം മകൻ, അവനൊന്ന് ഉപദേശിക്കണം. നല്ല മകനാണ്, ദീനയുണ്ട്, നിസ്കാരമൊക്കെ ഉണ്ട്. എന്നാലും ഉസ്താദിന്റെ ഒരു ഉപദേശം ചെല്ലുമ്പോ മനസ്സിനൊരു സമാധാനം. കൂട്ടുകെട്ടുകളൊന്നും പെടാതെ, പാശ്ചാത്യരുടെ സംസ്കാരത്തിലൊന്നും പെടാതെ ലണ്ടനിൽ പഠിക്കാൻ പോയ മകനല്ലേ, എന്തായിത്തീരുമെന്ന് അറിയില്ല. അതുകൊണ്ട് ഒരു ഉപദേശം ഉസ്താദ് വാട്സാപ്പിലൊന്ന് അയക്കണം. നമ്മൾ അയച്ചത് നല്ല കറക്റ്റ് സമയം, പോകുന്നില്ല അല്ലേ? അരമണിക്കൂർ ഇന്ന് വാട്സാപ്പ് എല്ലാവർക്കും ഹാങ്ങല്ല അല്ലേ? ഹാങ് ആയവരുന്ന് കൈ ഉയർത്തിക്ക് എത്ര പേർക്ക് ഹാങ് ആയിരുന്നു? വാട്സാപ്പിന്മേൽ കെട്ടിമറിയുന്ന ടീമുകളെ കിട്ടി. എല്ലാവരും എന്നെ പോലെ എന്തോ ആവശ്യമായത് അയക്കാൻ വേണ്ടി നിന്നപ്പോഴാണ് അല്ലേ? അങ്ങനെ എന്നെ പോലെ എന്തോ ആവശ്യമായത് അയക്കാൻ വേണ്ടി പോയപ്പോ കിട്ടുന്നില്ല. അറിഞ്ഞായിരുന്നു നിങ്ങൾ? ചിലർ അറിഞ്ഞിട്ടില്ല. ഇപ്പോൾ വാട്സാപ്പ് തുറന്നു നോക്കുന്നവരുണ്ട്. പഠിച്ചവൻ ഇനി ഹാങ് ആയോ, അങ്ങനെയാണെങ്കിൽ പിന്നെ ഇന്ന് രാത്രി ചാറ്റിങ് നടക്കത്തില്ല. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. പിന്നീട് റെഡിയായി. ഏതായിരുന്നാലും മക്കളുടെ കുറിച്ചുള്ള ആശങ്കയാണ്. നല്ല സാലിഹായ വാപ്പമാർക്ക് അങ്ങനെയാണ്, എന്റെ മകൻ എന്താവും. അയാളുടെ കയ്യിൽ ഒരു കൂടിയ വാഹനം, താറുണ്ട്. ഞാൻ ചോദിച്ചു ഇതാരുടെ? അപ്പോൾ മകന് വേണ്ടി എടുത്തതാണ്. അവൻ ഗൾഫിലേക്ക് പോകാതിരിക്കാൻ നാട്ടിൽ തന്നെ അവന്റെ കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കട്ടെ, അവന്റെ മനസ്സിന്റെ സന്തോഷത്തിന് വേണ്ടി എടുത്തു കൊടുത്തതാണ്. പക്ഷെ അവസാനം അവൻ എന്താണ്, UK തന്നെ പോകണം, പഠിക്കാനാണ്. അവിടെ പോയി പാർട്ട് ടൈം ടൈമിൽ ജോലി നോക്കുന്നു, പഠിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും ഉസ്താദിന്റെ ഒരു വോയിസ് വിട്ടാൽ റാഹത്തുണ്ട്. അങ്ങനെ വോയിസ് വിട്ടുകൊടുത്ത് വലിയ സന്തോഷം, അദ്ദേഹത്തിനും മകനും വലിയ സന്തോഷം. സ്വാഭാവികമായിട്ട് അങ്ങനെയാണല്ലോ, അങ്ങനെ വേണം. നമ്മുടെ മഹല്ലത്തിലുള്ള ഉസ്താദുമാരെ കൊണ്ട് ഇടയ്ക്ക് വിളിപ്പിക്കുകയും ബന്ധം എടുക്കുകയും വേണം. ഒന്നുമില്ല, അദ്ദേഹം പറയുന്നത് ഒറ്റക്കാര്യം ഉസ്താദ് ഊന്നി പറഞ്ഞാൽ മതി. നാട്ടിലുള്ളവരെ ആ ഒരു ബന്ധം നിലനിർത്തി പോകാൻ മകനെ ഉപദേശിച്ചാൽ മതി. കാരണം എന്തിനാ അത് പറയുന്നത്? നാടുമായിട്ടുള്ളൊരു കണക്ഷൻ, ഒരു ബന്ധം അവിടെ ആയിപ്പോയി വേറൊരു കോലത്തിലും രൂപത്തിലും ആവരുത് എന്നുള്ള ചിന്തയാണ് എല്ലാ ഉപ്പമാർക്കും ഉണ്ടത്, എല്ലാ ഉമ്മമാർക്കും ഉണ്ട്. നമ്മുടെ മക്കള് സാലിഹായി തീരണമെന്നുള്ള ചിന്ത നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാവും, ഉറപ്പല്ലേ?
നമ്മുടെ ഇവിടുന്ന് മക്കൾ ദൂരത്തോട്ട് പോകുമ്പോൾ, പഠിക്കാൻ പോകുമ്പോൾ മനസ്സിൽ വല്ലാത്ത ടെൻഷനാണ്, ആശങ്കയാണ്, എന്തായി തീരുമെന്ന് ഓർത്തിട്ട്. അള്ളാഹു നമ്മുടെ മക്കളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. ആമീൻ പറയൻ. അല്ലാഹുവേ സാലിഹീങ്ങളിൽ ചേർക്കണേ അല്ലാ. മക്കളെ സാലിഹീങ്ങളിൽ ആബിദീങ്ങളിൽ ചേർക്കണേ അല്ലാ. ചുരുക്കത്തിൽ എല്ലാ അംബിയാ മുർസലീങ്ങളും സാലിഹീങ്ങളിൽ പെട്ടവരാണ്. എല്ലാവരും സാലിഹായ ആളുകളാണ്, ഒരാൾ ഒഴിവില്ല. وَيُكَلِّمُ النَّاسَ فِي الْمَهْدِ وَكَهْلًا وَمِنَ الصَّالِحِينَ. ഈസാ നബി അലൈഹിസ്സലാമിനെ പറ്റിയും പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. തൊട്ടിലിൽ കടന്നുകൊണ്ട് ജനങ്ങളോട് സംസാരിച്ച വ്യക്തിയാണ് സയ്യിദുനാ ഈസാ നബി അലൈഹിസ്സലാം. വയുകല്ലിമുന്നാസ ഫിൽ മഹ്ദി വകഹ്ലാ വമിനസ് സാലിഹീൻ. അദ്ദേഹം സാലിഹായ മനുഷ്യനായിരുന്നു എന്ന് വിശുദ്ധമായ ഖുർആൻ. സാലിഹായ മനുഷ്യനാണ് ഈസാ നബി അലൈഹിസ്സലാം. ഒരു പ്രവാചകനുമില്ല സാലിഹാകാത്തത്. അതുകൊണ്ടാണ് നമ്മളോട് എന്താകാൻ പറയുന്നത്? അവരോടൊപ്പം ചേർന്ന് നിന്ന് സാലിഹാവൂ എന്ന് പറയുന്നത്. വേറൊരു പ്രവാചകൻ സയ്യിദുനാ യൂനുസ് നബി അലൈഹിസ്സലാം, ഖുർആൻ പറയാം, ശരിക്കും ശ്രദ്ധിക്കണം, എല്ലാ ആയത്താ ശരിക്കും ശ്രദ്ധിക്കും. ഫജ്തബാഹു റബ്ബുഹു ഫജഅലഹു മിനസ് സാലിഹീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല യൂനുസ് നബി അലൈഹിസ്സലാമിനെ തിരഞ്ഞെടുത്തു. അദ്ദേഹത്തെ പ്രവാചകരായി അല്ലാഹു തിരഞ്ഞെടുത്തു. വ ഇന്നഹു മിനസ് സാലിഹീൻ. അദ്ദേഹം തീർച്ചയായും സാലിഹീങ്ങളിൽ പെട്ടതായ വ്യക്തിയാണ്. ഇങ്ങനെ ഓരോ പ്രവാചകന്മാരുടെയും പറയാൻ പറ്റും. 25 പേരുടെ പേര് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അവരെ കുറിച്ചെല്ലാം അല്ലാഹു സാലിഹാണെന്ന് ഖുർആനിൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. എന്തിനാ ഇങ്ങനെ പറയുന്നത്? ഖുർആൻ മൂജസായ കലാമാണ്. കുറഞ്ഞ വാക്കും വിശാലമായ അർത്ഥത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഖുർആനിൽ അവർ സാലിഹാണ്, ഇവർ സാലിഹാണ്, അവർ സാലിഹാണ്, ഇന്ന നബി സാലിഹാണെന്നൊക്കെ പറഞ്ഞ് അള്ളാഹു സമയം കളയുകയല്ല, മറിച്ച് ഇതിൽ വലിയ അർത്ഥമുണ്ട്. അതുകൊണ്ട് മക്കളെ, നിങ്ങളും സാലിഹാകാൻ പ്രയത്നിക്കുക. സാലിഹാവുക നിസ്സാര കാര്യമല്ല. അങ്ങനെ ദുആ ചെയ്യുന്ന വലിയ നേട്ടമാണ്. ഗർഭസ്ഥ ശിശുവിന് വേണ്ടി ഗർഭിണിയാകുന്ന ഉമ്മമാർ, വാപ്പമാർ ശരിക്ക് ദുആ ചെയ്യണം സാലിഹായി കിട്ടാൻ. നേരത്തെ ഇബ്രാഹിം നബിയുടെ ദുആ പറഞ്ഞതുപോലെ നമ്മൾ ദുആ ഇരക്കണം മക്കളെ സാലിഹായി തീരാൻ. എത്ര വാപ്പമാര് ദുആ ചെയ്യുന്നുണ്ട്, എത്ര ഉമ്മമാര് ദുആ ചെയ്യുന്നുണ്ട് മക്കളെ സാലിഹായി തീരാൻ. ഏറ്റവും കൂടുതൽ ശുദ്ധിയുള്ള സമയമാണ് ഗർഭിണികൾക്ക് ആ കാലയളവ് എന്ന് പറയുന്നത്. എത്ര പേര് ഖുർആൻ ഖത്മ തീർക്കുന്നവരുണ്ട്? ഒരു ഖത്മ എങ്ങനെ തീർക്കുന്നവരുണ്ട്? ഇല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നിയടക്കം നല്ല റാഹത്തായിട്ട് ഫുഡൊക്കെ അടിച്ച് എവിടെയെങ്കിലും ഇരുന്ന് വീഡിയോ യൂട്യൂബൊക്കെ കണ്ട് സന്തോഷം പങ്കിട്ട് അങ്ങനെ പോവാൻ അല്ലേ? പലജാതി അസുഖങ്ങൾ വരുന്നു, സമയം എത്തുന്നതിന് മുമ്പ് പ്രസവം വരുന്നു, ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും ഒക്കെ വരുന്നു. എന്തുകൊണ്ട്? നമ്മുടെ ഓതലിന്റെ കുറവും പ്രശ്നങ്ങളും കൊണ്ടാണ്. നമ്മളൊരു ഖുർആൻ ഖത്മ തീർത്തു നോക്കിൻ, ഒരു ദിവസം ഒരു ജുസ് വെച്ച് ഓതി നോക്കിൻ, നമസ്കാരങ്ങൾ ചിട്ടവെക്കിൻ, ഇബാദത്തുകൾ കണിശത വെക്കിൻ, മക്കൾ സാലിഹാകാൻ വേണ്ടി നിയ്യത്ത് ചെയ്ത് സലാത്ത് അധികരിപ്പിക്കൻ. ഈ റബീഉൽ അവൽ വിട പറയുന്നു നമ്മളിൽ നിന്ന്. എത്ര ആളുകൾ പരിശുദ്ധമാക്കപ്പെട്ടതായ ഈ റബീഉൽ അവലിൽ ഒരു 100 സലാത്ത് വീതം ഡെയിലി ചെയ്ത് ഓതിയിട്ടുള്ള എത്ര ആളുകളുണ്ട്? 100 സലാത്ത് വീതം എത്ര പേരുണ്ട്? ഇന്ന് കൈയുയർത്തിക്കാം. 100 വീതം ഡെയിലി ഓതിയവരെ കൈയുയർത്താവുള്ളൂ. കാരണം നബിയുടെ വിഷയത്തിൽ ആരും ഇവിടെ കൈയുയർത്തിയില്ലെന്ന് വെച്ച് ഈ ലൈവ് എന്റെ നേരെയാണ് വെച്ചിരിക്കുന്നത്. ലോകത്ത് ആരും കാണൂല, നിങ്ങളെല്ലാവരും ഇങ്ങോട്ടാണ് നോക്കിയിരിക്കുന്നത്, ഫേസ് ടു ഫേസ്. ആരും വിഷമിക്കേണ്ടതില്ല. ഒരു 100 സലാത്ത് വീതം ഡെയിലി ഓതിയിട്ടുള്ളവർ എത്ര പേരുണ്ടെന്ന് കൈയുയർത്തിക്കും. 1 2 3 4, അതവിടെ പുറകിൽ 5 6 പേര്. മഹല്ല് വിജയിച്ചു. അതുകൊണ്ട് നേട്ടമുണ്ടായി. അള്ളാഹു നമ്മളെ സാലിഹീങ്ങളിൽ ചേർക്കട്ടെ. ആണ് മനസ്സിലാക്കേണ്ടത്. എന്നാ ഇപ്രാവശ്യത്തെ റബീഉൽ അവലിന്റെ പൊതി കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആരുമില്ല. 2 പൊതി കിട്ടി ഉസ്താദേ, ആവി കയറ്റി അപ്പച്ചമ്പി വെച്ച് പിറ്റേ ദിവസം അടിച്ച്. അതാണ് നമ്മുടെ അവസ്ഥ. സലാത്തില്ലാത്തവനെ ഞാൻ കുറിച്ച് അപേക്ഷിക്കല്ല. പക്ഷെ റബീഉൽ അവലിൽ പോലും നമ്മളത് ചെയ്തില്ലെങ്കിൽ പിന്നെന്താ? മൗലിദ് ഓതാത്ത ആളുകൾ അല്ലേ? ഈ റബീഉൽ അവലിൽ പോലും ഓതാത്ത ആളുകളുണ്ട്. നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ,
അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ. നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ. അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ. കള്ളന്റെ ശല്യം തന്നെയും ഒതുങ്ങുന്നതാ. ദാരിദ്ര്യവും നീങ്ങുന്നതായി കാണുന്നതാ. ഹറുക്കും വബ ഇവയൊക്കെയും കാക്കുന്നതാ. കണ്ണീർ ഹസദ് നീങ്ങുവാൻ ഉതകുന്നതാ. ബഹുമാനപ്പെട്ട തഴവ ഉസ്താദ് എൻ്റെ വല്യുപ്പ അള്ളാഹു എടുത്ത ദറജ ഉയർത്തുമാറാവട്ടെ. അവരുടെ ഖബർ ജീവിതം അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. അവിടുന്ന് അൽ മവാഹിബുൽ ജലീലിലൂടെ പഠിപ്പിക്കാൻ മൗലിദ് ഓതിയാൽ കിട്ടുന്ന നേട്ടം നമ്മുടെ വീടുകളിൽ ഓതണം. ഒരു ഹിക്കായത്തെങ്കിലും വീതം. ഇനിയുണ്ട്, അതിനൊന്നും വിഷയമൊന്നുമില്ല. റബീഉൽ അവ്വൽ തീർന്നല്ലോ, ഇനി ഓതേ പറ്റുമോ? അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. ആരും നിങ്ങളെ ഒന്നും ചെയ്യൂല. ഒരു മഹല്ല് കമ്മിറ്റി നിങ്ങൾക്കെതിരെ ഒരു നടപടി എടുക്കൂല. നിങ്ങൾ മൗലിദ് ഓതിയെന്ന് വെച്ച് ഡെയിലി ഒരു ഹിക്കായത്ത് മൗലിദ് ഓതുക. നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ. അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ. കള്ളന്റെ ശല്യം തന്നെയും ഒതുങ്ങുന്നതാ. ദാരിദ്ര്യവും നീങ്ങുന്നതായി കാണുന്നതാ. ഹറുക്കും വബ ഇവയൊക്കെയും കാക്കുന്നതാ. കണ്ണീർ ഹസദ് നീങ്ങുവാൻ ഉതകുന്നതാ. ഇതൊക്കെയല്ലേ നമ്മുടെ വീട്ടിലാകുള്ള പ്രശ്നം. കണ്ണേറ് വെക്കുന്നവരുടെ കണ്ണേറിനെ തൊട്ട് കാവൽ, അസൂയാലുക്കളുടെ അസൂയ തൊട്ടുള്ള കാവൽ, കൂടോത്രം ചെയ്യുന്നവരുടെ മാരണങ്ങളെ തൊട്ട് കൂടോത്രങ്ങളെ തൊട്ട് നിനക്കും കുടുംബത്തിനും കാവൽ, സംരക്ഷണം ലഭിക്കാൻ, കള്ളന്റെ ശല്യത്തിൽ നിന്ന് ഒഴിവാകാൻ, വീട്ടിൽ പരിപൂർണമായി എല്ലാവിധ ബലാമുസീബത്തുകളിൽ നിന്ന് സംരക്ഷണം ലഭിക്കാൻ എന്ത് വേണം? മുടങ്ങാതെ വീട്ടിൽ മൗലിദ് ഓതണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇതൊക്കെ നമുക്ക് ഉണ്ടായിരുന്ന സമയമായിരുന്നു, സന്ദർഭമായിരുന്നു. നമ്മൾ പള്ളിയിൽ പോയിരിക്കും, ലാസ്റ്റ് ആ ചീരണിയും വാങ്ങിച്ച അല്ലാഹ് ഹലാസ്. ചീരണി ഇല്ലെങ്കിൽ ഇന്ന് ഒരു ചീരണിയില്ല. എന്താ പരിപാടി? എന്തൊരു മഹലാണിത്? ഒരു ചീരണി പോലും ഇല്ല. ഹാജിയാർ എത്ര വട്ടം ചീരണി കൊടുത്തു? ഒരെണ്ണം പോലും കൊടുത്തിട്ടില്ല. എന്നിട്ട് നാട്ടുകാരെ മുഴുവൻ കുറ്റം പറയും. ഹാജിയാർ പോകുമ്പോൾ തിരിച്ചൊരു കിറ്റ് വേണം. അത് കിട്ടിയില്ലേ ബഹളം. ഈ മഹലിന് പറ്റത്തില്ല. അങ്ങനെ ആയാൽ ശരിയാവൂല. നമ്മുടെ വീടുകളിൽ ഓതണം. ഈ കഴിഞ്ഞ ഒരാഴ്ച കാസർഗോഡായിരുന്നു, കർണാടക ഭാഗത്ത്. ഇന്നലെ കഴിഞ്ഞ ദിവസം കടബ, ഇന്നലെ കാസർഗോഡ് ജില്ലയിലെ അങ്കടിമുഖം എന്ന് പറയുന്ന പ്രദേശം. ഇങ്ങനെ ഓരോ സ്ഥലത്ത് പ്രഭാഷണം നടത്തുമ്പോൾ അവിടെയൊക്കെ എല്ലാ വീടുകളിലും മുടങ്ങാതെ മൗലിദ് ഓതാൻ. വീടുകളിലൊക്കെ മൗലിദ്. നമ്മുടെ ഇവിടെ ഉണ്ടാവും, ഇല്ലെന്നല്ല. നമ്മൾ പരിപാടി വെച്ചിട്ട് നടത്തുന്നതിനെ കുറിച്ച് മാത്രമല്ല പറയാം. അത് ഇത് റേയാണ്, രണ്ടും രണ്ടാണ്. ഡെയിലി അല്ലാതെ ഓതണം. കാഞ്ഞങ്ങാട് ഒരു കുടുംബത്ത് നാസർ മാണിക്കോത്തിന്റെ കുടുംബം, അദ്ദേഹത്തിന്റെ സഹോദരി, മക്കൾ അവരൊക്കെ ചേർന്നിരുന്നിട്ട് എല്ലാ ദിവസവും മൗലിദ് ഓതാൻ. എല്ലാ ദിവസവും. അല്ലെങ്കിൽ ആരെങ്കിലും മരിച്ചതിന്റെ പേര് മാത്രമല്ല, ഡെയിലി ഓതുക. കാരണം അതിലൊക്കെ ഒരു അസ്ലുണ്ട്, അടിസ്ഥാനമുണ്ട്. അത് ചൊല്ലിയാൽ അതിന് ബറക്കത്തുണ്ട്. മോമിനിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ വീടുകളിൽ അത് വേണം, മുടങ്ങാൻ പാടില്ല. ഒരു ഹിക്കായത്ത് മതി, ഒരുപാട് ഓതി പ്രയാസപ്പെടാനൊന്നുമില്ല. ഒറ്റ ഹിക്കായത്തും അതിന്റെ റാഹത്തായ രീതിയിലുള്ള വരികൾ. അറബി അറിയാം, +2 വരെ മദ്രസയിൽ പഠിച്ച മക്കൾ നമ്മുടെ വീട്ടിലുണ്ട്. മക്കളുടെ അതിലോട്ട് കൊടുക്കുക, ഓതട്ടെ. അതിലൂടെയൊക്കെ മക്കൾ സാലിഹാവുള്ളൂ. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലിമൂ ഔലാദകും സലാസത ഖിസാലിൻ. 3 കാര്യങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണേ. 3 കാര്യങ്ങൾ നിങ്ങളുടെ മക്കളുടെ ഹൃദയത്തിൽ അടയാളപ്പെടുത്തിയാൽ മക്കൾ ഒരിക്കലും പിഴച്ചു പോകുകയില്ല എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ആദ്യമായി പ്രവാചകനെ പഠിപ്പിച്ചത് മഹബ്ബത്ത് നബിയക്കും, നിങ്ങളുടെ പ്രവാചകരോടുള്ള മഹബ്ബത്താണ്. ആ പ്രവാചകരുടെ കുടുംബത്തോടുള്ള മഹബ്ബത്താണ്. മൂന്നാമതായി പരിശുദ്ധമായ ഖുർആനിന്റെ ഓതലാണ്. മദ്രസയിലേക്ക് മക്കളെ പറഞ്ഞു വിടലാണ്. ഹിഫ്ളിന് മക്കളെ പറഞ്ഞു വിടലാണ്. ആലിമാക്കാൻ മക്കളെ നിയോഗിക്കലാണ്. 3 കാര്യങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കൽ രക്ഷിതാക്കളെ നിർബന്ധമാണ്. ആദ്യമായി പഠിപ്പിക്കേണ്ടത് മുത്തുനബിയോടുള്ള മഹബ്ബത്താണ്.
അവിടുത്തെ കുടുംബത്തോടുള്ള മഹബത്താണ്. എത്രയെത്ര ആളുകൾക്ക് അത് നൽകാൻ സാധിച്ചിട്ടുണ്ട്. മെട്ടമ്മലിലുള്ള പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, നമ്മുടെ മക്കൾക്ക് റസൂലുള്ളാഹിയോടുള്ള മഹബത്ത് നൽകാൻ സാധിച്ചിട്ടുണ്ടോ? ആദരവായ പ്രവാചകന്റെ വസ്ത്രവിധാനം നമ്മുടെ മക്കൾ ഇന്ന് വരെ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടോ? വെള്ള വസ്ത്രം ധരിക്കാൻ തന്റെ പ്രിയപ്പെട്ട മക്കൾ തയ്യാറാണോ? നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കുന്നതായ ആൺമക്കൾ ഇന്ന് നമ്മുടെ വീടുകളില്ലയോ? വാപ്പമാര് വരെ അത്തരത്തിലുള്ള വസ്ത്രവിധാനം നടത്തിക്കൊണ്ട് മക്കളെ പരിശീലിപ്പിക്കുന്ന ഘട്ടത്തിലല്ലയോ ഈ സമൂഹം നിലകൊള്ളുന്നത്? മുടി ക്രോപ്പ് ചെയ്തുകൊണ്ട് വെട്ടുന്നതായ മാതാപിതാക്കളല്ലയോ? രക്ഷിതാക്കളല്ലയോ? അത്തരത്തിൽ മക്കളുടെ മുടി വെട്ടിക്കൊണ്ട് ജനങ്ങൾക്ക് മുന്നിൽ ഗരിമ കാണിക്കുന്നതായ രക്ഷിതാക്കളല്ലയോ? ആദരവായ പ്രവാചകന്റെ തിരുസുന്നത്ത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ടേ ഇല്ല. നഊദു ബില്ലാഹ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ മദീന മിമ്പറിൽ വെച്ചുകൊണ്ട് ഒരിക്കൽ പറയുകയാണ്, നിഅമൽ അബ്ദു ഖുറൈമുൽ അസദി ലൗലാ തൂലു ജുമ്മതിഹി വൈസബാരു ഇസാരിഹി. ആദരവായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഖുറൈമുൽ അസദി എത്ര നല്ല മനുഷ്യനാണ്. മക്കയിലെ ഒരു പരിശുദ്ധമാക്കപ്പെട്ട കുടുംബത്തിലെ പ്രമുഖ കുടുംബത്തിലെ ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് റസൂലുള്ളാഹി പറയുകയാണ്, നിഅമൽ അബ്ദു ഖുറൈമുൽ അസദി. ഖുറൈമുൽ അസദി എന്ന യുവാവ് എത്ര നല്ല മനുഷ്യനാണ്. ലൗലാ തൂലു ജുമ്മതിഹി വഇസ്ബാലു ഇസാരിഹി. അവന്റെ മുടിയുടെ നീളമൊന്ന് കുറച്ചിരുന്നെങ്കിൽ, അവൻ നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കാതിരുന്നെങ്കിൽ അവനേക്കാൾ നല്ല മനുഷ്യൻ വേറെയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുറൈമുൽ അസദിയെ പോലെ ഒരു മനുഷ്യൻ ഇവിടെ ഉണ്ടോ? നബി ചോദിക്കാൻ. അവന്റെ മുടിയുടെ നീട്ടം ഒന്ന് കുറച്ചിരുന്നെങ്കിൽ, അവൻ നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കുന്നു എന്ന് എനിക്ക് അറിവ് കിട്ടിയിട്ടുണ്ട്, അതൊന്ന് കുറച്ചിരുന്നെങ്കിൽ അവനേക്കാൾ നല്ല മനുഷ്യൻ വേറെയില്ല സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പൊ ഇത് ആളുകൾ ചെന്ന് ഖുറൈമുൽ അസദി എന്ന യുവാവിനോട് പറഞ്ഞു, നിന്നെ കുറിച്ച് മുത്തുനബിയുടെ വാക്കാണിത് കേട്ടോ. എന്താ പറഞ്ഞതെന്നറിയാം? നല്ല സൂപ്പർ മനുഷ്യനാണ് നീ, പക്ഷെ രണ്ട് കാര്യമുണ്ട് പ്രശ്നം. ഒന്ന്, മുടി എന്ത് ചെയ്യണം? നീളം കുറയ്ക്കണം, ഈ ഫാഷൻ ഷോ ഒന്ന് മാറ്റണം. മറ്റൊന്ന്, നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കുന്ന ഒരു പ്രവണതയുണ്ട്, മോഡേൺ ആണെന്നാണ് നീ കരുതുന്നത്, അതും വേണ്ട. നബി പറഞ്ഞു, അത് രണ്ടും ഇല്ല എങ്കിൽ നിന്നേക്കാൾ നല്ല മനുഷ്യൻ വേറെയില്ല. ഖുറൈമുൽ അസദി ഉടനെ ചെറുപ്പക്കാരൻ എടുക്കുകയാണ്. അതാണ് പോസിറ്റീവ് സ്ട്രോക്കാണ് മക്കളുടെ ഹൃദയത്തിലേക്ക് ആദ്യം കൊടുക്കേണ്ടത്. നബിയുടെ ഹിക്മത്ത് നോക്കണം. ഏറ്റവും നല്ല മനുഷ്യൻ, നിഅമൽ അബ്ദു, ഏറ്റവും നല്ല ദാസനാണ് ആര്? ഖുറൈമുൽ അസദി. നല്ല മനുഷ്യൻ, നല്ല കുട്ടിയാണവൻ. പക്ഷെ രണ്ട് കാര്യം ശ്രദ്ധിക്കണം. ഒന്ന്, അവന്റെ മുടിയുടെ നീട്ടം ഒന്ന് കുറയ്ക്കണം. പിന്നെ ഒന്ന്, നെരിയാണിക്ക് താഴോട്ടുള്ള വസ്ത്രവിധാനം ഒന്ന് ശ്രദ്ധിക്കണം. രണ്ടും റെഡിയായ ആള് റെഡിയായി. അതാണ് പോസിറ്റീവ് സ്ട്രോക്ക് കൊടുത്തിട്ട് കുട്ടികളെ നന്നാക്കുന്നത്. നമ്മളെപ്പോഴും എങ്ങനെയാ? നെഗറ്റീവ് സ്ട്രോക്കാണ്. ഇവനെ പോലെ കേട്ടാ ഇവൻ എന്തുവാണ് നിലത്ത് മുടിയത്, നീ എല്ലാരെയും പറയിപ്പിക്കുമല്ലോ, എന്നെയും പറയിപ്പിക്കും, നാട്ടുകാരെയും പറയിപ്പിക്കും, എന്താ ഈ കാണിക്കുന്നത് എന്ന് ചോദിച്ചിട്ടാണ് ആ മുടിയൊക്കെ കണ്ട എന്താ കോലം. അപ്പൊ അവന് മനസ്സിൽ വിഷമമാണ്. നീ നല്ലൊരു മനുഷ്യനല്ലേ, നിങ്ങളുടെ വാപ്പ നല്ല സ്വാലിഹ്, ഉമ്മ നല്ല സ്വാലിഹ്, നിങ്ങളുടെ കുടുംബം സമൂഹത്തിൽ അറിയപ്പെട്ടത്, മെട്ടമ്മല്ല അറിയപ്പെട്ട കുടുംബം, നല്ല മനുഷ്യൻ, മോനിങ്ങനെ നടക്കരുത് കേട്ടോ. മോൻ നല്ല മനുഷ്യൻ, എല്ലാവർക്കും മോനെക്കുറിച്ച് നല്ല അഭിപ്രായം, ഉസ്താവന്മാർക്ക് നാട്ടുകാർക്കൊക്കെ നല്ല അഭിപ്രായം. മോനെ ആ മുടിയൊക്കെ ഒന്ന് വെട്ടി, മുണ്ടൊക്കെ ഒന്ന് അല്പം ഒന്ന് ഉയർത്തി, എന്ത് റാഹത്താ. ഉപദേശത്തിന്റെ ശൈലി മാറി. അത് കേൾക്കുമ്പോൾ പിന്നെ എന്താ, ഏത് കുട്ടിയാണ് നന്നാവാത്തത്? അങ്ങനെ വേണം ജനങ്ങളെ ഉപദേശിക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രീതിയാണത്. ഇത് കേട്ടപ്പോ ഈ മനുഷ്യൻ ഉടനെ തന്നെ കത്തിയെടുത്തു. എന്നിട്ട് അദ്ദേഹത്തിന്റെ ചെവിക്കുറ്റിയുടെ ഭാഗം നോക്കിയിട്ട്, അത്രയും വളർത്താലോ, അതാണ് സുന്നത്ത്. ഒരു മുടി ഇവിടുന്ന് എടുത്താൽ നേരെ ചെവിക്കുറ്റി വരെ വരാം. അത് മോഡേൺ അല്ല, നബിയുടെ സുന്നത്ത് വെച്ചിട്ടാണെങ്കിൽ. സിനിമാ നടനെ കണ്ട് താടി വെക്കുന്നത് വേറെ, റസൂലുള്ള താടി വെച്ചിട്ടുണ്ട് എന്ന് കരുതിയിട്ട് താടി വെക്കുന്നത് വേറെ. നിന്റെ നിയ്യത്ത് പോലെയാണ്. ഇപ്പൊ എല്ലാ സിനിമാ നടന്മാരും താടിയാണ്. അപ്പൊ അതുമ്പോ താടി പേര് പിടിച്ചിരിക്കാല്ലോ ചെക്കന്മാരില്ല. അവന്മാര് മീശ പഠിച്ചാ ഉടനെ മീശ പഠിക്കും. അവരേത് നിക്കറിടുന്ന നോക്കിയിരിക്കണം, അതേ നിക്കർ ബ്രാൻഡ് അത് തന്നെ വാങ്ങാൻ. അവർ ക്രോക്സിന്റെ ചെരുപ്പിട്ട് നടന്നാൽ ക്രോക്സിന്റെ ചെരുപ്പ്, അവരതിന്റെ ഷൂ ഇടുന്നെങ്കിൽ പിന്നെ അത് തന്നെ. ഇല്ലെങ്കിൽ ചെരുപ്പും ഇല്ല, ഷൂ ഇല്ല, ഒന്നുമില്ല നടക്കും, തുണിയില്ല നടക്കും. എല്ലാം അവരെ കണ്ടിട്ട് അടിക്കും. അള്ളാഹു നമ്മളെ കാക്കട്ടെ.
അല്ലേ? അപ്പൊ ഒരു മുടി എടുത്താൽ നേരെ ചെവിക്കുറ്റി വരെ, അതേ രീതിക്ക് ആ ചെവിക്കുറ്റി വരെ നേരെ ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ പുറകോട്ട് കിടന്നായിരുന്നാണ് പെണ്ണുങ്ങളുടെ മുടി പോലെ കിടന്നത്. അത് വെട്ടി, ചെറുപ്പക്കാരനല്ലേ, പുരുഷനല്ലേ, ആ ചെവിക്കുറ്റി നോക്കി ഇറക്കി ആ ചെവിയുടെ അറ്റഭാഗം നോക്കിയിട്ട് കറക്റ്റ് വെട്ടി അദ്ദേഹം നല്ല ക്ലിയർ ആക്കി, മുണ്ടങ്ങോട്ട് ഉയർത്തി. അല്ലാഹ്, തീർന്നു. നബി പറഞ്ഞ കോലത്തിലെത്തി, ഏറ്റവും നല്ല മനുഷ്യനായി. നബി പറഞ്ഞത് കേട്ടു, അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്താകും? സ്വർഗാവകാശിയാകും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അദ്ദേഹത്തോടൊപ്പം സ്വർഗത്തിൽ കിടക്കാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇനി ചിന്തിക്കാൻ, നമുക്കിടയിലുള്ളതാകുന്ന ദൂഷ്യം ചെറുപ്പക്കാര് തന്നെ മുണ്ടെടുത്ത് തുടങ്ങുമ്പോഴേ, തുണിയെടുത്ത് തുടങ്ങുമ്പോഴേ നിലത്തൂടി വലിച്ചഴിച്ചാ കൊടുക്കുക. കോളേജിൽ പഠിക്കുന്ന കാലഘട്ടം വലത്തൂട് വലിച്ചഴിച്ച് പിന്നെ അതിങ്ങനെ മടക്കി കുത്തി അത് വലിയ ഷോ ആക്കിയിട്ട് ഇപ്പൊ ഉരിഞ്ഞ് താഴെ വീഴും എന്ന കോലത്തിൽ അവനെടുത്ത് കിടക്കുന്നത്. കാരണം അതൊരു ട്രെൻഡായിട്ടാണ് അവൻ കണക്കാക്കുന്നത്. അതല്ല ട്രെൻഡ്, അതല്ല യഥാർത്ഥ സുന്നത്തും യഥാർത്ഥ സൗന്ദര്യവും. അതല്ല, നെരിയാണിക്ക് മുകളിൽ ധരിക്കലാണ് പുരുഷന്മാർ. ഇപ്പൊ പുരുഷന്മാരുടെ വസ്ത്രവിധാനം സ്ത്രീകളായി, സ്ത്രീകളുടെ വസ്ത്രവിധാനം പുരുഷന്മാരായി. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശപിച്ചതായി ഇമാമിങ്ങൾ രേഖപ്പെടുത്തുകയാണ്. ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ لعن رسول الله صلى الله عليه وسلم الرجل يلبس لبسة المرأة والمرأة التي تلبس لبسة الرجل. ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു പുരുഷനെ ശപിച്ചുവത്രേ, ഒരു ചെറുപ്പക്കാരനെ ശപിച്ചുവത്രേ. അവനതാ സ്ത്രീകളുടെ വസ്ത്രവിധാനം നടത്തുന്നവനാണ്. സ്ത്രീകളെയും റസൂലുള്ളാഹി ശപിച്ചിരിക്കുകയാണ്. അവർ പുരുഷന്റെ വസ്ത്രവിധാനം നടത്തുന്നവരാണ്. നെരിയാണിക്ക് മുകളിലേക്ക് വസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കുന്നതായ സഹോദരിമാരില്ലയോ, മുസ്ലിം സഹോദരിമാരില്ലയോ? പാടില്ല, പാടില്ല. നിങ്ങൾ നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കേണ്ടവരാണ്. ആദരവായ പ്രവാചകർ മദീനയിലെ മിമ്പറിൽ വെച്ചുകൊണ്ട് വസ്ത്രവിധാനത്തിന് ക്ലാസ് എടുക്കുമ്പോൾ പ്രവാചകനെ പറയുകയാണ്, സ്വഹാബത്തെ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാർക്ക് പറഞ്ഞു കൊടുക്കണേ, സ്ത്രീകൾ നെരിയാണിക്ക് താഴോട്ട് ഒരു ചാൺ വസ്ത്രം താഴ്ത്തിയിടണേ എന്ന് പറയണേ. നെരിയാണിക്ക് താഴോട്ട് ഒരു ചാൺ വസ്ത്രം താഴ്ത്തിയിടണേ എന്ന് ആദരവായ പ്രവാചകൻ മിമ്പറിൽ വെച്ചുകൊണ്ട് വാക്ക് പറയുമ്പോ സ്വഹാബത്തിൽ ഒരാൾ എഴുന്നേറ്റു വന്ന് മുത്തുനബിയോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഞങ്ങളുടെ ഭാര്യമാർ ഒട്ടകത്തിന്റെ പുറത്തേക്ക് കയറുന്നവരാണ്. ഒട്ടകത്തിന്റെ പുറത്തേക്ക് കയറുമ്പോഴും ഒട്ടക കട്ടിലിൽ കയറി സഞ്ചരിക്കാൻ വേണ്ടി കാലുകൾ ഉയർത്തുമ്പോഴും ഏണി വെച്ചുകൊണ്ട് അതിന്റെ മുകളിലേക്ക് കയറുമ്പോ ഒരു പക്ഷേ കാലിന്റെ അടിയിലേക്ക് നെരിയാണിക്ക് താഴോട്ട് ഒരു ചാൺ വസ്ത്രം താഴ്ത്തിയിട്ടാലും, ഒരു ചാൺ വസ്ത്രം താഴ്ത്തിയിട്ടാലും മുകളിലേക്ക് കയറുമ്പോ കാൽപാദം കാണാൻ ചാൻസ് ഉണ്ട് റസൂലേ. താഴെ നിൽക്കുന്നവർ അവരുടെ ശരീരത്തിന്റെ തൊലിവെളുപ്പ് കാണും റസൂലേ. ആദരവായ പ്രവാചകരോട് സഹാബത്ത് ആശങ്കപ്പെട്ടപ്പോൾ ആദരവായ പ്രവാചകൻ ഉടനെ പറയുകയാണ്, പഠിച്ചു വെക്കണേ സഹോദരി. ആദരവായ പ്രവാചകൻ പറയുകയാണ്, നെരിയാണിക്ക് താഴോട്ട് ഒരു ചാൺ വസ്ത്രം താഴ്ത്തിയിട്ടാലും ഒട്ടകത്തിന്റെ പുറത്തേക്കോ പൊക്കമുള്ള സ്ഥലത്തേക്കോ സ്ത്രീകൾ അവരുടെ കാല് കയറ്റി വെക്കുമ്പോ അവരുടെ കാൽപാദം അന്യരാകുന്ന പരപുരുഷന്മാരെ കാണാൻ ചാൻസ് ഉണ്ടെങ്കിൽ ഒരു മുഴം കൂടി താഴ്ത്തിയിടണേ വസ്ത്രത്തിൽ നിന്ന് ഹബീബുനാ റസൂലുള്ളാഹി. എന്നാലും അവരുടെ കാലിന്റെ അടിഭാഗത്തുള്ളതാകുന്ന തൊലിയുടെ ചുമപ്പ് പോലും അതിന്റെ വെളുപ്പ് പോലും അന്യരാകുന്ന പരപുരുഷന്മാരെ കാണാൻ പാടില്ല എന്ന് പരിശുദ്ധമായ ഇസ്ലാം അതിശക്തിയുക്തം പറയുമ്പോൾ കേൾക്കാതെ മോശപ്പെട്ട വസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കുന്ന പെങ്ങളെ പാശ്ചാത്യരുടെ സംസ്കാരം സ്വന്തം ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് കാസർഗോഡ് ടൗണിലൂടെ കണ്ണൂരിന്റെ തെരുവിൽ വീതിയിലൂടെ നിന്റെ ശരീരത്തിന്റെ നഗ്നതകൾ പരപുരുഷന്മാർക്ക് ദർശിപ്പിച്ചുകൊണ്ട് നടക്കുന്ന പെങ്ങളെ, മനസ്സ് എന്താണ് ആഗ്രഹിക്കുന്നത്? നിന്റെ മനസ്സ് എന്താണ് തുടിക്കുന്നത്? പിന്നെങ്ങനാണ് മക്കള് സാലിഹാവുക? വാപ്പയും അമ്മയും സാലിഹാകാതെ മോശപ്പെട്ട വസ്ത്രവിധാനം നിറച്ചുകൊണ്ട് നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കുന്ന ഉപ്പ, നെരിയാണിക്ക് മുകളിൽ വസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കുന്ന ഉമ്മ, തലമറയ്ക്കാതെ വസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കുന്നതായ പ്രിയപ്പെട്ടതാകുന്ന സഹോദരിമാരെ, മോശപ്പെട്ടതാകുന്ന രീതിയിൽ നടക്കുന്ന സഹോദരിമാരെ, ഈ രീതിയിലുള്ള വസ്ത്രവിധാന
വിമാനത്തിലൂടെ പടച്ചറപ്പ് നിങ്ങൾക്ക് നൽകുന്നതായ ആഖിറത്തിൽ നൽകുന്ന ശിക്ഷയെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണോ? അല്ല അല്ല, ഈ ദുനിയാവിൽ കളിതമാശയായി കാണുകയാണ്. ആഖിറത്തെ കുറിച്ച് ചിന്തയില്ല, മരണത്തെ കുറിച്ച് ചിന്തയില്ല, പരലോകത്തെ കുറിച്ച് ഓർമ്മയില്ല, ഖബറിനെ കുറിച്ച് ഓർമ്മയില്ല, അതിന്റെ ഹിസാബ് നേരിടേണ്ടി വരുമെന്നുള്ള ചിന്തയില്ല. പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, കല്ലാ ഇദാ ബലഗത്തി തറാഖിയ വഖീല മൻ റാഖ വظن أنه الفراق والتفت الساق بالساق إلى ربك يومئذ المساق. ഈ ദുനിയാവിൽ ലഹരി നുണഞ്ഞുകൊണ്ടും സിനിമ കണ്ടുകൊണ്ടും സീരിയൽ ദർശിച്ചുകൊണ്ടും മോശപ്പെട്ട ബ്ലൂ ഫിലിമുകൾ കണ്ടുകൊണ്ടും വാട്സാപ്പിലൂടെ കാമുകന്മാരുമായി രഹസ്യമായി പാതിരാത്രിയുടെ സമയത്ത് നിശയുടെ നിശീതതയിൽ കൂരിരുട്ട് വകഞ്ഞു മാറ്റിക്കൊണ്ട് ചാറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന പെങ്ങളെ, ക്യാമ്പസുകളിലും ഓണത്തിനും ക്രിസ്മസിനും ന്യൂ ഇയറിന്റെ തലേന്നും അതേപോലെയുള്ള ദീപാവലിയുടെ രാവുകളിലുമൊക്കെ കൂട്ടുകാരുമായി കള്ളുകുടിച്ചുകൊണ്ട് രസിച്ച് രമിച്ച് ജീവിച്ചതായ സഹോദരാ, ഇതാ തൊണ്ടക്കുഴിയിലേക്ക് റൂഹത്ത് നിൽക്കുമ്പോ വിലപിക്കുകയാണ്. അസ്റായീൽ അലൈഹിസ്സലാമും കൂട്ടാളികളും കടന്നു വരുകയാണ്. അവന്റെ വലതുകാലിന്റെ തള്ളവരലിലൂടെ ആത്മാവിനെ വേർപെടുത്തുകയാണ്. അവന്റെ മുട്ടിലൂടെ, അവന്റെ തുടയിലൂടെ, അവന്റെ ആമാശയത്തിലൂടെ, അവന്റെ കഴുത്തിലേക്ക് ആത്മാവിനെ കൊണ്ടുവന്ന് നിൽക്കുകയാണ്. റൂഹ് വിട പറയുന്ന സമയമാണ്. വല്ലാത്ത വേദനയാണ്. ആദരവായ പ്രവാചകർ പോലും ദുആ ചെയ്യുകയാ, അല്ലാഹുമ്മ ഇന്നക തഖുദുർ റൂഹ മിൻ ബൈനൽ അസബി വൽ ഖസബി വൽ അനാമിൽ. അല്ലാഹുവേ, പടച്ച റബ്ബേ, നീ ആത്മാവിനെ വേർപെടുത്തുന്നത് മനുഷ്യന്റെ ശരീരത്തിന്റെ വിരലുകൂടിലാണല്ലോ. അവന്റെ ശരീരത്തിലൂടെ രക്തമൂട്ടപ്പെട്ടതാകുന്ന രക്തധമനികളിലൂടെ ഊട്ടപ്പെട്ടതാകുന്ന ആത്മാവിനെ വലിച്ചൂരുകയാണ്. അവന്റെ സന്ധികളിലൂടെ വേദന എടുക്കുമാർ വലിച്ചൂരുകയാണ്. ഇന്നക തഖുദുർ റൂഹ മിൻ ബൈനൽ അസബി വൽ ഖസബി വൽ അനാമിൽ. വിരലിലൂടെ അവന്റെ ശരീരത്തിന് അസ്ഥി പഞ്ചരങ്ങളിലൂടെ ഊട്ടപ്പെട്ടതാകുന്ന ആത്മാവിനെ വലിച്ചൂരുകയാണ്. അസ്ഥി പഞ്ചരങ്ങൾക്ക് വേദനയാണ്. വേദന കൊണ്ട് പൊളയുന്ന ആ നേരം ഫഅഇന്നി അലാ സകറാത്തിൽ മൗത്ത്. അറബ് നാട്ടിലെ മാമലകൾ മുഴുവനും കനകക്കൊട്ടാരമായി തിരുസവിധത്തിലേക്ക് തരട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം ഒന്നുകൊണ്ട് ചോദിക്കുമ്പോ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പരിത്യാഗത്തിന്റെ ആത്മീയ വലയത്തിലേക്ക് ഉൾവലിഞ്ഞ് ലോകത്തിന് മുഴുവനും മാതൃക കാട്ടിയ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്നാണ് ദുആ ചെയ്യുന്നത്, ഫഅഇന്നി അലാ സകറാത്തിൽ മൗതി യാ അല്ലാഹ്. ഈ പാവപ്പെട്ട മുഹമ്മദിനെ സകറാത്തിന്റെ ഹാലിൽ നീ ഒന്ന് സഹായിക്കണേ അല്ലാഹ്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുകയാണ്, പ്രവാചകന്റെ മടിത്തട്ടിൽ അവസാന സെക്കൻഡുകളിൽ തലവെച്ച് കടന്നുകൊണ്ട് പറയുകയാണ്, ഫവല്ലാഹി ഇന്നലിൽ മൗതി ലസകറാത്ത്. ആയിഷ, മരണത്തിന് വല്ലാത്ത വേദനയുണ്ട് ആയിഷ, മരണത്തിന് വല്ലാത്ത വേദനയുണ്ട് ആയിഷ. എണ്ണയിൽ നിന്ന് നൂലടിച്ചു എടുക്കുമാറുള്ളതായ വേദന മാത്രമേ നബിയെ തങ്ങൾക്കുള്ളൂ എന്ന് അസ്റായീൽ അലൈഹിസ്സലാം പറഞ്ഞിട്ട് പോലും അതിന്റെ ആശങ്കയും അതിന്റെ പ്രയാസവും റസൂലുള്ളാഹി ലോകത്തോട് പറയുകയാണ്, ഫവല്ലാഹി ഇന്നലിൽ മൗതി ലസകറാത്ത്. ഈ ലോകത്ത് എന്ന് വിട പറയുന്ന രംഗം അത് ഭീകരമാണ് ആയിഷ. ഖുർആൻ അതല്ലേ പറയുന്നത്, ചില മുഖങ്ങൾ വല്ലാതെ കറുത്ത് കരുവാണിച്ചിരിക്കുകയാ. ദുനിയാവിൽ വാളുകൾ ധാരാളം കേട്ടവരാണ്. മെട്ടമ്മലിൽ 4-5 ദിവസമായി കേൾക്കുന്ന വാളാണ്. ഒരു കാതിലൂടെ കേട്ട് മറുകാതിലൂടെ കടത്തിവിട്ട് ആസ്വാദനത്തിന്റെ ശാതുല തീരം മാത്രം അണഞ്ഞുകൊണ്ട് കൂടണയുന്ന സഹോദരിമാരെ, സഹോദരങ്ങളെ, നിന്റെ ജീവിതത്തിൽ എന്ത് ചെയ്തടാ? നിന്റെ
ജീവിതത്തിൽ എന്ത് ബാക്കി പത്രമായടാ? നമസ്കാരമുണ്ടോ? നോമ്പുകളുണ്ടോ? സകാത്തുകളുണ്ടോ? ഹജ്ജുണ്ടോ? ഉംറയുണ്ടോ? പാവങ്ങളുടെ കണ്ണീരൊപ്പിയവരുണ്ടോ? നിരാലംബര കവലംബമായവരുണ്ടോ? നിരാശരർക്ക് ആശ്രയത്വം കൊടുത്തവരുണ്ടോ? ആലിമീങ്ങളെ സ്നേഹിച്ചവരുണ്ടോ? മുത്തഅല്ലിമീങ്ങളെ സഹായിച്ചവരുണ്ടോ? പള്ളിക്ക് കൊടുത്തവരുണ്ടോ? മദ്രസയ്ക്ക് കൊടുത്തവരുണ്ടോ? ആഖിറത്തിന് വേണ്ടി സമ്പാദ്യം മാറ്റിവെച്ചവരുണ്ടോ? ഈ പരിശുദ്ധമായ റബീഉൽ അവൽ മാസത്തിൽ മുത്തുനബിക്ക് സ്വലാത്ത് അർപ്പിച്ചവരുണ്ടോ? ഇല്ലേ, ഇല്ല, ഇല്ല, ഒന്നുമില്ല. ഇതാ മരണം നിന്റെ മുന്നിൽ സന്നിരിക്കുകയാണ്. അസ്റായീൽ അലൈഹിസ്സലാമും കൂട്ടാളികളും നിന്റെ വലതുകാലിൽ നിന്നും നിന്റെ ഇടതുകാലിൽ നിന്നും മുട്ടിലൂടെ തുടയിലൂടെ ആമാശയത്തിലൂടെ നിന്നെ കഴുത്തിലേക്ക് റൂഹത്ത് വെച്ചു നിലകൊള്ളുമ്പോ ഇതാ ബലഗത്തി തറാഖിയ വഖീല മൻ റാഖ്. വിളിച്ചു ചോദിക്കുകയാണ്, അല്ലാ എന്നെ ഒന്ന് മന്ത്രിച്ചൂതി തരാൻ ആരാണ് ഉള്ളതല്ലാ? ഈ ദുനിയാവിൽ എനിക്കൊരു പനി വരുമ്പോ, ഈ ദുനിയാവിൽ എനിക്കൊരു പ്രയാസം വരുമ്പോ, ഈ ദുനിയാവിൽ എനിക്ക് കഷ്ടകാലം വരുമ്പോ എനിക്ക് വെള്ളം മന്ത്രിച്ചൂതി തരാൻ ആലിമീങ്ങൾ ഉണ്ടായിരുന്നു, സാദാത്യങ്ങൾ ഉണ്ടായിരുന്നു, ഒരുപാട് സയ്യിദന്മാരുണ്ടായിരുന്നു. ഇന്നെനിക്ക് ഈ മരണത്തിന്റെ വേദനയിൽ നിന്ന് എനിക്ക് ആശ്വാസം നൽകാൻ ആരാണുള്ളത്? ആരാണുള്ളത്? വലന്ന അന്നഹുൽ ഫിറാഖ്. അവന് മനസ്സിലായി ഈ ലോകത്ത് നിന്നൊരു തിരിച്ചുപോക്കാണ്. ഇനി ഒരിക്കലും മടങ്ങി വരാത്തതായ ലോകമാണ്, ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത ലോകമാണ്. എത്ര സമ്പത്ത് കൊടുത്താലും അല്ലാഹു ഒരു സെക്കൻഡ് പോലും ഇനി പിന്തിക്കുകയില്ല. അവസാന ഘട്ടം വരുമ്പോ ലോകം മുഴുവനും പുറഞ്ഞലിച്ചു നിൽക്കുന്ന പ്രളയം, അവസാന സമയം വരുമ്പോൾ മനുഷ്യൻ മലക്കുകളോട് ചോദിക്കും അത്രേ, ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബിൻ ഫഅസ്സദ്ദഖ വഅകും മിനസ് സാലിഹീൻ. എന്നെ ദുനിയാവിലേക്കൊന്ന് തിരിച്ചുവിടൂ, എന്നെ ഒന്ന് മടക്കുമോ? ഞാനൊരു സദഖ ചെയ്തിട്ട് തിരിച്ചു വരാം, ഞാനൊന്ന് സാലിഹാവാം, ഞാനൊന്ന് നിസ്കരിക്കാം, ഞാൻ പാവങ്ങളുടെ കണ്ണീരപ്പാം, ഞാൻ നിരാലംബര കവലംബമാകാം, ഞാൻ ഖുർആൻ ഖത്മ് തീർക്കാം, ഞാൻ സകാത്തുകൾ കൊടുത്തു വീട്ടാം, ഞാൻ ഹജ്ജ് ചെയ്തു കൊള്ളാം, ഞാൻ ഉംറ നിർവഹിച്ചു കൊള്ളാം, ഞാൻ മുത്തുനബി ആദരിച്ചു കൊള്ളാം, ഞാൻ അവിടുത്തെ ബഹുമാനിച്ചു കൊള്ളാം, ഞാൻ ദീനിനെ സഹായിച്ചു കൊള്ളാം, ഞാൻ മദ്രസയ്ക്ക് കൊടുത്തു കൊള്ളാം, ഞാൻ വിശുദ്ധമാക്കപ്പെട്ട ദീനിന്റെ സംസ്കാരങ്ങളെ മൂല്യങ്ങളെ പരിപൂർണമായി പിടിച്ചുകൊണ്ട് നിലകൊള്ളാം. ഇനി ഞാൻ കള്ളുകുടിക്കില്ല, ഇനി ഞാൻ വ്യഭിചരിക്കില്ല, ഇനി ഞാൻ സിനിമ കാണില്ല, ഇനി ഞാൻ സീരിയൽ ദർശിക്കില്ല, ഇനി ഹറാമായ തലത്തിലേക്ക് ഞാൻ എന്റെ കണ്ണ് കൊണ്ടുപോകുകയില്ല. അവസാനമായി മലക്കുകളോട് എക്സ്ക്യൂസ് പറയുകയാണ്. പക്ഷേ രക്ഷയില്ല, രക്ഷയില്ല. വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. തൊണ്ടക്കുഴിയിലേക്ക് റൂഹ് എത്തിക്കഴിഞ്ഞാൽ, ആത്മാവ് എത്തിക്കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് പോലും അല്ലാഹു പിന്തിക്കുകയില്ല. ലാ യസ്തഖിറൂന സാഅത വലാ യസ്തഖ്ദിമൂൻ. ഒരു സെക്കൻഡ് പോലും അല്ലാഹു മുന്തിക്കുകയില്ല, ഒരു സെക്കൻഡ് പോലും അല്ലാഹു പിന്തിക്കുകയുമില്ല. സമയമെത്തിയോ, സമയമെത്തിയോ അല്ലാഹു ആത്മാവിനെ വേർപെടുത്താൻ മലക്കുകളെ അയക്കുകയാണ്. അസ്റായീൽ അലൈഹിസ്സലാം പറയുകയാണ്, ലോകത്തുള്ള സർവ്വ ജലാശയത്തിലെയും സർവ്വ സമുദ്രത്തിലെയും വെള്ളം കൊണ്ടുവന്ന് സക്കറാത്തിന്റെ ഹാലിൽ നിൽക്കുന്ന മനുഷ്യന്റെ തൊള്ളയിലേക്ക് ഒഴിച്ചു കൊടുത്താലും അവന്റെ പരവേശം മാറുകയില്ല, അവന്റെ ദാഹം ശമിക്കുകയില്ല. അത്രമാത്രം പ്രയാസമാണ് മരണത്തിന്റെ മുഖമെന്ന് ഇമാം ഖസാലി റഹ്മത്തുള്ളാഹി അലൈഹി. പഠിച്ചു വെക്കണേ സഹോദര, പഠിച്ചു വെക്കണേ പ്രിയപ്പെട്ട ഉമ്മ. നന്നാവാനുള്ള അവസരങ്ങൾ എത്ര നിനക്ക് കിട്ടിയതാണ്, എത്ര വാളുകൾ നീ കേട്ടവനാണ്. അവലം നുഅമ്മിറുകും മാ യതദക്കറു ഫീഹി മൻ തദക്കറ വജാഅകുമുൻ നദീർ. ഈ മെട്ടമ്മലിന്റെ പരിസരത്ത് അന്തിവിശ്രമം ചെയ്യുന്ന ഉമ്മമാര് ഉപ്പമാര് സാക്ഷിയാണ്. എത്ര വാളുകളാണ് ഈ മണ്ണിലൂടെ കേട്ടത്, എത്ര വാളുകൾ കേട്ട കാതുകളാണ്. ഒരു കാതിലൂടെ കേട്ടതല്ലേ, മറുകാതിലൂടെ കടത്തിവിട്ടവനല്ലേ, വായിലീങ്ങളെ നിരാകരിച്ചവനല്ലേ, ഖുർആൻ അനുസരിച്ചുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്താത്തവനല്ലേ.
കള്ളു കുടിച്ചുകൊണ്ട് പോയവനല്ലേ, ലഹരി നുണഞ്ഞുകൊണ്ട് പോയവനല്ലേ, ഗവൺമെന്റ് നിരോധിച്ച പുകയില ഉൽപ്പന്നങ്ങൾ വായിൽ ചവച്ചരച്ചുകൊണ്ട് വാല് കേൾക്കാൻ വന്നവനല്ലേ, LSD MDMA ഒക്കെ ചവച്ചരച്ചുകൊണ്ട് ജീവിതത്തിൽ നിലകൊണ്ടവനല്ലേ. ഇന്നിതാ അനുഭവിക്കടാ, ഈ വേദനയിൽ നിന്ന് ആശ്വാസം നൽകാൻ ഒരാളും നിനക്കില്ല തന്നെ. ഔലാ ലക ഫഔലാ ثم أولى لك فأولى. ഏറ്റവും ബന്ധപ്പെട്ട ശിക്ഷയാണ് അള്ളാഹു നിനക്കിന്ന് നൽകിയിട്ടുള്ളത്. അനുഭവിക്കടാ അനുഭവിക്കടാ എന്ന് അവനോട് അള്ളാഹു മലക്കുകൾ മുഖേന പറയുമെന്ന് വിശുദ്ധമായ ഖുർആൻ. നമസ്കരിക്കാത്തവനാണ്, സക്കാത്ത് കൊടുക്കാത്തവനാണ്, ജീവിതത്തിൽ സമ്പത്ത് മറ്റുള്ളവർക്ക് ദാനധർമ്മം ചെയ്യാത്തവനാണ്. ഫലാ സദ്ദഖ വലാ സല്ലാ വലാകിൻ കദബ വതവല്ലാ. സദക്ക നൽകാതെ, നമസ്കാരം ചിട്ട വെക്കാതെ, ഇബാദത്തുകൾ കണിശത വെക്കാതെ, തന്റെ മക്കളെ സാലിഹാകണമെന്നുള്ള ഒരു ലക്ഷ്യവുമില്ലാതെ അലക്ഷ്യമായി ഈ ദുനിയാവിൽ അടിച്ചു പൊളിച്ച് രസിച്ച് രമിച്ചവരാണ്. അവരോട് മലക്കുകൾ മുഖേന അല്ലാഹു പറയുമത്രേ, ഔലാ ലക ഫഔലാ ثم أولى لك فأولى. നിനക്ക് ഏറ്റവും ബന്ധപ്പെട്ട ശിക്ഷയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അനുഭവിക്കണേ അനുഭവിക്കണേ എന്ന് പറയുമെന്ന് വിശുദ്ധമായ ഖുർആൻ. നിനക്ക് ഏറ്റവും അർഹതപ്പെട്ട ശിക്ഷയാണ് ഈ നൽകിയിരിക്കുന്നത്. നന്നായി പോയി, നീ അനുഭവിക്ക്, ശരിക്കും അനുഭവിച്ചോ എന്ന് അവരോട് പറയുമെന്ന് വിശുദ്ധമായ ഖുർആൻ. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അതുകൊണ്ട് നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തണം, സാലിഹാവാനുള്ള പ്രയത്നം നമ്മൾ നടത്തണം. സാലിഹായി തീർന്നാൽ കിട്ടുന്ന നേട്ടം ചില്ലറയല്ല. ഒന്ന് അമ്പിയാക്കളോടൊപ്പം തുടർച്ചയാണ്, അമ്പിയാക്കളോടൊപ്പം തുടർച്ച മാത്രമല്ല, അവന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കാര്യങ്ങളെല്ലാം ഏറ്റെടുക്കും. ഒരു വ്യക്തി സാലിഹായി തീർന്നാൽ അവന്റെ എല്ലാ കാര്യങ്ങളും ആരെ ഏറ്റെടുക്കും? അല്ലാഹു ഏറ്റെടുക്കും. ഖുർആനാണ്. ഇന്ന വലിയല്ലാഹുല്ലദീ നസ്സലൽ കിതാബ വഹുവ യതവല്ല സ്സാലിഹീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല സാലിഹീങ്ങളെ ഏറ്റെടുക്കുമേ. അവന്റെ വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം അല്ലാഹു തീർത്തു നൽകുമെന്ന് വിശുദ്ധമായ ഖുർആൻ. അല്ലാഹു തീർത്തു തരും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരു വിഷമവും പ്രയാസവും ജീവിതത്തിൽ ഉണ്ടാവൂല. എന്ത് വിഷമവും പ്രയാസം ആര് തീർക്കും? അല്ലാഹു തീർക്കും. വഹുവ യതവല്ല സ്വാലിഹീൻ. സാലിഹീങ്ങളുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ഏറ്റെടുക്കും ആര്? അല്ലാഹു. സാമ്പത്തികമായി ഞെരുക്കമുണ്ടോ, ശാരീരികമായി പ്രയാസമുണ്ടോ, മാനസികമായി എല്ലാ വിഷമങ്ങളുണ്ടോ, എല്ലാം മാറാൻ ഒറ്റമൂലി അല്ലാഹു നിങ്ങളെ ഏറ്റെടുക്കും. എന്ത് വേണം? സ്വാലിഹായി തീരണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതിനുവേണ്ടിയുള്ള പ്രയത്നമാണ് നമ്മുടെ ജീവിതത്തിൽ ഇനി നടത്തേണ്ടത്. അതിനെന്ത് വേണം? നിസ്കാരം നിർബന്ധമാണ്. ഒരു വലിയും വിലായത്തിലേക്ക് എത്തിയിട്ടില്ല നിസ്കാരം ഒഴിച്ചിട്ട്. അപ്പൊ വ്യാജ സിദ്ധന്മാരും വ്യാജ ജിന്നപ്പന്മാരും ഒക്കെ ഉടലെടുത്ത കാലഘട്ടം. നിസ്കരിക്കണ്ട, ഒരു ഭാഗത്തും വേണ്ട, നമ്മളൊരു ദിക്റ് ചൊല്ലിക്കൊണ്ട് നിന്നാൽ മതി, ഷേഖായി എന്ന് പറഞ്ഞ ആളുകളെ പിഴപ്പിക്കാൻ അള്ളാഹു നമ്മളെ കാക്കട്ടെ. മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വഖത്ത് പോലും നമസ്കാരം ഒഴിച്ചിരുന്നില്ല. മനസ്സിലാക്കണം, ഒരു വഖത്ത് പോലും. ആ പ്രവാചകന്റെ അനുയായികളാകുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ നിസ്കാരം ഒഴിച്ച് നമ്മൾ മുത്തഖിയായി മാറും? ഇന്നി അഖ്ശാകും വഅത്ഖാകും ലില്ലാഹി. നിങ്ങളിൽ ഏറ്റവും റബ്ബിനെ ഭയക്കുന്നവനും അല്ലാഹുവിനെ ഏറ്റവും തഖ്വ വെച്ച് ജീവിക്കുന്നവനും ഞാനാണെന്ന് ഹബീബ് റസൂലുള്ളാഹി. ആ പ്രവാചകരുടെ പാത പിന്തുടരണം നമ്മൾ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയ്. എല്ലാവരും കസേരയിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് എല്ലാവരും ഒന്ന് എഴുന്നേറ്റ്. എല്ലാവരും പോരെ, എങ്ങോട്ട് പോരെ? കസേരയിൽ നിന്ന് എഴുന്നേറ്റ് അടുത്തു. ഉറങ്ങുന്നവരെയൊക്കെ ഒന്ന് വിളിച്ചുണർത്തിയേക്കും. എല്ലാവരും ക്ഷീണാണ്. നേരത്തെ നല്ല മഞ്ഞും നേരത്തെ വന്നിരുന്നവരൊക്കെ അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ.
നല്ല പ്രായമുള്ളവർ മാത്രമേ ഇരിക്കും, ബാക്കിയുള്ളവർ വേഗം നിർത്താൻ പോവാ കേട്ടോ. അതൊന്നും ദീർഘിപ്പിക്കുന്നില്ല. ചെറിയ ദ്വാരക്കാൻ എല്ലായിടത്തോട്ടും മക്കളൊക്കെ അടുത്തിരിക്കും. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ ഹിഫ്ളിന് പഠിക്കുന്ന മക്കളെ കണ്ടോ, മാഷാ അല്ലാഹ്. അവരിത്രയും നേരമായിട്ട് ആരും ഉറങ്ങിയിട്ടില്ല. എല്ലാവരും ഉറക്കുമായിരുന്നു, കാരണം ഉറങ്ങുമായിരുന്നു. അള്ളാഹു നമ്മളെ കബൂലാക്കുമാറാവട്ടെ. നിയ്യത്തുകൾ അള്ളാഹു സാധൂകരിക്കട്ടെ. എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റി നൽകി അനുഗ്രഹിക്കട്ടെ. അപകടങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട്, ദുരന്തങ്ങളെ തൊട്ട്, വിപത്തുകളെ തൊട്ട് അള്ളാഹു നമ്മെ എവരെയും കാവലിലാക്കുമാറാവട്ടെ. ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന ഒരു സദസ്സായി അള്ളാഹു നമ്മെ സ്വീകരിക്കുമാറാവട്ടെ. ഈ സദസ്സിൽ വെച്ച് ഇൻഷാ അല്ലാഹ് ആരാണ് ഒരു 5000 രൂപ വെച്ച് പറയാൻ പറ്റുന്ന ഒരു വലിയ തുകയിലേക്ക് പോകുന്നില്ല. 5000 വെച്ച് ചെറിയ തുകയാണ്. ആരോ ഒരാളൊന്ന് തുടങ്ങി വെച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെ ഉസ്താദ് ഞാൻ നൽകാമെന്ന് പറഞ്ഞു. മക്കള് സ്വാലിഹാവണം, കുടുംബജീവിതം സന്തോഷകരമാകണമെന്ന് നിയ്യത്ത് വെച്ച് ഒരാള് ഈമാനുള്ള ഒരു വ്യക്തി ആദ്യമായി ഇൻഷാ അല്ലാഹ് കൈ ഉയർത്തിന് അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആരാ ഉള്ളത്? ഇൻഷാ അല്ലാഹ് അള്ളാഹു നമ്മളെ കബൂലാക്കുമാറാവട്ടെ. നല്ല നിയ്യത്തിൽ ഒരാൾ പറയും അഹ്മദുല്ലാഹ മുസല്ലിയൻ മുസല്ലിമൻ അലാ അഹ്മദിൻ വൽ ആലി വൽ അസ്ഹാബി മല്ലിൽ ആലി ലാ ഇലാഹ ഇല്ലല്ലാഹു. ഉറക്കെ ചൊല്ല്. മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹു ഈ സദസ്സിൽ വെച്ചുകൊണ്ട് ഏത് കരമാണോ ആദ്യമായി ഉയർത്തുന്നത് ആ കരങ്ങളെ നീ ആഖിറത്തിൽ നഷ്ടതരാക്കല്ലേ അല്ലാ. പാരത്രിക ലോകത്ത് വലിയ വിജയം അദ്ദേഹത്തിന് നീ നസീബാക്കണേ അല്ലാ. വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ. അപകടങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട്, ദുരന്തങ്ങളെ തൊട്ട്, വിപത്തുകളെ തൊട്ട്, കാലുപത്തുകളെ തൊട്ട് പരിപൂർണമായ കാവൽ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ആരാളുള്ളത്? ഇൻഷാ അല്ലാഹ് പറഞ്ഞോളൂ. ഞാൻ പറയാം അല്ലാഹു സ്വീകരിക്കട്ടെ. പേര് പറഞ്ഞോളൂ. ഇസ്മായിൽ. അല്ലാഹു സ്വീകരിക്കട്ടെ. നേരത്തെ ഇസ്മായിൽ നബിയുടെ ചരിത്രം പറഞ്ഞ കേട്ടില്ലേ? അല്ലാഹു കബൂലാക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഏറ്റവും പ്രിയപ്പെട്ട മകനായിരുന്നു സയ്യിദുനാ ഇസ്മാഈൽ നബി അലൈഹിസ്സലാം. അതുകൊണ്ടല്ലേ റബ്ബ് പരീക്ഷണത്തിന് വേണ്ടി ആ മകനെ തന്നെ തിരഞ്ഞെടുത്തത്. അല്ലാഹുവേ ആ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ പേരാണ് ആ സഹോദരനുള്ളത്. മുത്തുനബിയോടൊപ്പം ഇസ്മായിൽ നബിയോടൊപ്പം ഇബ്രാഹിം നബി അടക്കമുള്ളതാകുന്ന അമ്പിയാക്കളോടൊപ്പം നാളെ സ്വർഗത്തിൽ ഒരുമിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. മുത്തുനബിയുടെ തൃക്കരം കൊണ്ട് ഹൗദുൽ കൗസർ പാനം ചെയ്യാൻ ഇസ്മായിൽ എന്ന സഹോദരന് ഈ സദഖയിലൂടെ തൗഫീഖ് നൽകണേ അല്ലാ. പേര് പറയാൻ ആഗ്രഹിക്കാത്തൊരു സഹോദരൻ അല്ലാഹു സ്വീകരിക്കട്ടെ. ബാലഗൽ മുദാഹു ഫീ ഔസാഫിഹി ഫമാ ബലഗ് ബാലിഗും മിഅശാറ മാ ഊതി ബിമാ ഫിൽ ബാലി ബാൽ ലാ ഇലാഹ ഇല്ലല്ലാഹു. അല്ലാഹുവേ സ്വീകരിക്കണേ റബ്ബേ. ആ സഹോദരനെ നീ കബൂലാക്കണേ അല്ലാ. പേര് പറയാതെ തന്നെ ഈ സദസ്സിലേക്ക് 5000 രൂപ പറഞ്ഞ ആ സഹോദരന്റെ ജീവിതത്തിൽ നീ സന്തോഷം നൽകണേ അല്ലാ. വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറ്റണേ റബ്ബേ. ഹലാലായ സാമ്പത്തികം നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. നൽകിയിട്ടുള്ള സമ്പത്തിൽ നീ വർധനവ് നൽകണേ അല്ലാ. ദീനിനെയും ദീനിന്റെ അഹ്ലുകാരോടുമുള്ള സ്നേഹം വെച്ചുകൊണ്ട് നൽകുന്നവരാണ്. ആത്മീയ സദസ്സുകളോടുള്ള വലിയ താല്പര്യമാണ്. നീ കബൂലാക്കണേ അല്ലാ. ആഖിറത്തിലേക്ക് ഉപയുക്തമായ സദഖയായി
സദഖയെ സ്വീകരിക്കണേ അല്ലാ. പുന്നാര ഹബീബിന്റെ ജിവാർ നൽകണേ അല്ലാ. അവിടുത്തോടൊപ്പം ലിവാഉൽ ഹംദ് എന്ന കൊടുക്കിയിൽ അണിനിരക്കാനും അർശിന്റെ തണൽ ഒരുമിക്കാനും ഈ സദഖയിലൂടെ തൗഫീഖ് നൽകണേ അല്ലാ. അടുത്ത ആൾ ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നല്ല നിയ്യത്തിൽ വെച്ച് പറയും. ഇനി ഉണ്ടല്ലോ മുഅ്മിനീങ്ങൾ, അല്ലാഹു കബൂലാക്കട്ടെ. എല്ലാ നിയ്യത്തുകളും അല്ലാഹു സാധൂകരിക്കട്ടെ. ഇന്നലകളിൽ നിങ്ങൾ നൽകിയതാണ്, കുട്ടികൾക്ക് വേണ്ടിയൊക്കെ കൊടുത്തിട്ടുണ്ട്, എനിക്കറിയാം, ഞാനതൊക്കെ അറിഞ്ഞിട്ടുണ്ട്. എന്നോട് സംഘാടകർ പറഞ്ഞതുമാണ്. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ, കബൂലാക്കുമാറാവട്ടെ. നിയ്യത്തുകൾ അല്ലാഹു സാധൂകരിക്കട്ടെ. എന്നാൽ ഇനിയുണ്ട് നൽകാത്ത ആളുകൾ, അല്ലാഹു അനുഗ്രഹിച്ച സമ്പത്തുള്ളതായ ആളുകൾ ദീനിനു വേണ്ടി കൊടുക്കാൻ മടിക്കണ്ട. നാളെ മരണാസന്നനായി കിടക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ റബ്ബിനോട് ചോദിക്കുന്നത് ഒരേ ഒരു ചോദ്യം മാത്രമാണ്. എന്താണെന്നറിയോ? സാലിഹായി തീരാൻ വേണ്ടി റബ്ബിനോട് ചോദിക്കുന്നത് ഒറ്റ ചോദ്യമുള്ളൂ. സാലിഹാകണമെങ്കിൽ ദുനിയാവിൽ എന്ത് കൊടുക്കണം? സ്വതക്ക കൊടുക്കണം. ഞാനൊന്ന് സ്വതക്ക കൊടുത്തിട്ട് വരാന്നാണ് റബ്ബിനോട്. ഖുർആനാണ്. وأنفقوا مما رزقناكم من قبل أن يأتي أحدكم الموت. മരണം നിങ്ങൾക്ക് കടന്നു വരുന്നതിന് മുമ്പ് നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കണേ. മരണം നിങ്ങൾക്ക് കടന്നു വരുന്നതിന് മുമ്പ് നിങ്ങൾ സമ്പത്ത് അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കണേ. വഅൻഫിഖൂ മിമ്മാ റസഖ്നാകും. നാം നിങ്ങൾക്ക് നൽകിയതായ സമ്പത്ത് നിങ്ങൾ ചെലവഴിക്കണേ. മിൻ ഖബലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത്. നിങ്ങളിൽ ഓരോരുത്തർക്കും മരണം കടന്നു വരുന്നതിന് മുമ്പ് നാം നൽകിയ സമ്പത്തിൽ നിന്ന് ചെലവഴിക്കണേ. ഖുർആൻ. فيقول رب لولا أخرتني إلى أجل قريب. മരണം മുന്നിലെത്തുമ്പോൾ അവൻ പറയും, അല്ലാഹുവേ പടച്ച റബ്ബേ, എന്നെ ഒരല്പസമയത്തേക്കൊന്ന് പിന്തിക്കണേ അല്ലാ. ഇലാ അജലിൻ ഖരീബ്, അടുത്ത ഒരു അവധി നൽകണേ അല്ലാ. ഒരു 10 മിനിറ്റേക്ക് എന്നെ ഒന്ന് പിന്തിക്കും, ദുനിയാവിലേക്കൊന്ന് വിടും. എന്തിന്? ഫഅസ്സദ്ദഖ, ഞാനൊന്ന് സദഖ നൽകിയിട്ട് വരാം. വേറൊന്നും അല്ലാഹു പറഞ്ഞിട്ടില്ല. സ്കരിക്കാമെന്ന് പറഞ്ഞില്ല. ഞാൻ നോമ്പ് പിടിച്ചിട്ട് വരാം, ഞാനൊരു സക്കാത്ത് കൊടുത്തു, വേറൊന്നുമല്ല. സദഖയുടെ വിഷയത്തിൽ വീഴ്ച വരുത്തിയിട്ടുള്ളൂ നമ്മൾ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. സദഖയുടെ വിഷയത്തിൽ ശരിയല്ലേ? സദഖയുടെ വിഷയത്തിൽ നല്ല വീഴ്ചയാണ്. നമ്മൾക്ക് അല്ലാഹു നൽകിയതിനനുസരിച്ചുള്ള കൊടുതി നമ്മൾക്ക് കുറഞ്ഞു പോയിട്ടുണ്ട്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഞാൻ സജ്ജനങ്ങളിൽ ഉൾപ്പെട്ടിട്ട് വരാം അല്ലാ. കാരണം സജ്ജനങ്ങളിൽ ഉൾപ്പെട്ടെങ്കിലേ മരണം റാഹത്താവുകയുള്ളൂ. അതിന് ഞാനൊന്ന് സദഖ നൽകിയിട്ട് വരാം അല്ലാ എന്നാണ് മരണാസന്നനായ സഹോദര സഹോദരിമാർ പറയുക എന്ന് വിശുദ്ധമായ ഖുർആൻ. അല്ലാഹു ഓർമ്മപ്പെടുത്താൻ. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു അവസ്ഥ എത്തി ആ സമയത്ത് കടന്ന് വിറങ്ങലിക്കുന്നതിന് മുമ്പ് അങ്ങനെ പറഞ്ഞാൽ വല്ല രക്ഷയുണ്ടോ? തിരിച്ചുവിടുവോ? ഇല്ല. സമയത്തിയാ പിടിക്കും. അതുകൊണ്ട് അതിന് മുമ്പ് ഇൻഷാ അല്ലാഹ് സദഖ കൊടുക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഉള്ളവര്, ഇല്ലാത്തവരാരും കൊടുക്കണ്ട, ഉള്ളവര് നൽകി അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു സ്വീകരിക്കട്ടെ. പേര് പറയാത്തൊരു സഹോദരൻ 5000 രൂപ അല്ലാഹുവേ കബൂലാക്കണേ അല്ലാ. വിഷമങ്ങൾ പ്രയാസങ്ങൾ നീക്കണേ അല്ലാ. അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് കാവൽ നൽകണേ അല്ലാ. ആഖിറത്തിലേക്ക് ഉപയുക്തമായ സദഖയായി സദഖയെ സ്വീകരിക്കണേ അല്ലാ. പാരത്രിക ലോകത്തെ സദഖയിലൂടെ വലിയ വിജയം നസീബാക്കണേ അല്ലാ. ആരുള്ളത്? ആരെങ്കിലും മരണപ്പെട്ടു പോയ ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്യാൻ വിദേശത്ത് നിന്നൊരു സഹോദരൻ 5000 രൂപ. അൽഹംദുലില്ലാ, വലിയ ഖൈറായ നിയത്താണ്. തന്റെ ഉപ്പയെ ഓർക്കുന്ന മകൻ
അല്ലാഹുവേ ആ ഉപ്പയുടെ ദർജ ഉയർത്തണേ അല്ലാ. മകന്റെ ഈ സ്നേഹത്തിന് പകരമായി ഉപ്പയോടൊപ്പം സ്വർഗത്തിൽ ഒരുമിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ, തൗഫീഖ് നൽകണേ അല്ലാ. ഖബറിലേക്ക് ഈ നിമിഷം തന്നെ കാരുണ്യത്തിന്റെ മലക്കുകളെ പ്രത്യേകമായി കാരുണ്യം ചൊരിയാൻ പറഞ്ഞേക്കണേ അല്ലാ. മലക്കുകൾ വന്നുകൊണ്ട് ഖബറിൽ കാരുണ്യം ചൊരിയുന്നത് കാണുമ്പോ ഇത്രത്തോളം അമാലുകൾ എന്റെ ജീവിതത്തിലില്ലല്ലോ എന്ന് ഉപ്പ ചോദിക്കുമ്പോ, ഗൾഫിൽ നിന്ന് നിന്റെ മകനിതാ നിനക്ക് വേണ്ടി നിന്റെ ഖബറിന്റെ സന്തോഷത്തിന് വേണ്ടി 5000 രൂപ ആത്മീയ മജ്‌ലിസിൽ വെച്ച് കൊടുത്തതിന്റെ പകരമായിട്ടാണ് ഞങ്ങളിതാ ഖബറിൽ കാരുണ്യം ചൊരിയുന്നതെന്ന് മലക്കുകൾ പറയുന്നത് കേട്ടുകൊണ്ട് സന്തോഷിക്കുന്നൊരവസ്ഥ നൽകണേ അല്ലാ. തന്റെ പ്രിയപ്പെട്ട മകൻ തന്നെ മറന്നില്ലല്ലോ എന്നോർത്തുകൊണ്ട് ഖബറിൽ ആനന്ദിക്കുന്ന പിതാവായി അല്ലാഹുവേ അദ്ദേഹത്തെ നീ കബൂലാക്കണേ അല്ലാ. മകൻ പേര് പറയാൻ ആഗ്രഹിക്കാത്തൊരു മകൻ മരണപ്പെട്ടു പോയ വാപ്പാക്ക് വേണ്ടി ദ്വാരക്കാൻ 5000 രൂപ. ആരെങ്കിലും അത്തരത്തിലുള്ളവരുണ്ടെങ്കിൽ കൊടുത്തു, അള്ളാഹു സ്വീകരിക്കട്ടെ. സഹോദരിമാരുടെ ഭാഗത്തും വേഗം അള്ളാഹുയെ സ്വീകരിക്കണേ റബ്ബേ, കബൂലാക്കണേ അല്ലാ. നിയ്യത്തുകൾ സാധൂകരിക്കണേ അല്ലാ. വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ. അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് കാവൽ നൽകണേ അല്ലാ. ആഖിറത്തിലേക്ക് ഉപയുക്തമായ സ്വതക്കയാക്കണേ അല്ലാ. പാരത്രിക ലോകത്തെ ഈ സ്വതക്കയിലൂടെ വലിയ വിജയം നീ നസീബാക്കണേ അല്ലാ. അല്ലാഹു സ്വീകരിക്കട്ടെ. വേറെ ആരെങ്കിലും ഉണ്ടോ? വേഗം അല്ലാഹു സ്വീകരിക്കട്ടെ. അതിൽ താഴെയുള്ളവരുണ്ട് 4000 രൂപ 3000 2000 ഒക്കെ ഉള്ളവരും ഉണ്ടെന്ന് പറഞ്ഞു. അല്ലാഹു സ്വീകരിക്കട്ടെ, കബൂലാക്കുമാറാവട്ടെ. നിയ്യത്തുകൾ അല്ലാഹു സാധൂകരിക്കട്ടെ. എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു മാറ്റി നൽകി അനുഗ്രഹിക്കട്ടെ. ശ്രദ്ധിക്കുക, അല്ലാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ മക്കളെല്ലാം അല്ലാഹു സാലിഹീങ്ങൾ ചേർക്കട്ടെ. പ്രത്യേകിച്ച് അൽഹംദുലില്ലാഹ് നമ്മുടെ സ്ഥാപനത്തിൽ പഠിക്കുന്ന മക്കൾ, അവർക്കെല്ലാം അല്ലാഹു നാഫിയായ ഇൽമ നൽകി അനുഗ്രഹിക്കട്ടെ. ഹാഫിളീങ്ങളിൽ അല്ലാഹു ചേർത്ത് അനുഗ്രഹിക്കട്ടെ. വലിയ നേട്ടമാണ്. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. ആ മക്കളേക്ക് ഇന്നലെ ഒരുപാട് ആളുകൾ എല്ലാവരും ഏറ്റെടുത്തെന്ന് അറിഞ്ഞു. വലിയ സന്തോഷം. അല്ലാഹു സ്വീകരിക്കട്ടെ. ഓരോ കുട്ടികൾക്ക് വേണ്ടിയുള്ള കഫാലത്ത് അല്ലാഹു ഇത് പരിപൂർണമായി കബൂലാക്കട്ടെ. വർണ്ണമായ പ്രതിഫലം അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സഹോദര സഹോദരിമാർ എല്ലാ ദിവസവും സുബൈക്ക് ശേഷം നടക്കുന്ന 5:30 മണിക്ക് നടക്കുന്ന വിനീതന്റെ ആത്മീയ മജ്‌ലിസ് റൂഹെ ബയാൻ, അതിൽ പങ്കെടുക്കുന്ന ധാരാളം ആളുകൾ നമ്മുടെ നാട്ടിലുള്ള സഹോദര സഹോദരിമാരുണ്ട്. പരിസരങ്ങളിലുള്ള സഹോദര സഹോദരിമാർ ഒരുപാട് പേരിന്ന് വന്നവരുണ്ട്. ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പങ്കെടുക്കുന്നുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട്. ഓൺലൈനിലുള്ള സഹോദര സഹോദരിമാരുണ്ട്. എല്ലാവർക്കും അല്ലാഹു ഖൈർ പ്രദാനം ചെയ്യട്ടെ. അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെല്ലാം അല്ലാഹു പൂർത്തീകരിച്ച് നൽകി അനുഗ്രഹിക്കട്ടെ. സ്ഥലം അത് വിറ്റിട്ട് ഖൈറായ നിലയ്ക്ക് മറ്റൊരു സ്ഥലവും വീടും വാങ്ങാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആള് ഒന്ന് ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു അവർക്ക് ആ ഉള്ള സ്ഥലം നല്ല വിലയ്ക്ക് അത് വിറ്റ് കിട്ടുകയും അതിനേക്കാൾ ഉത്തമമായ മറ്റൊരു സ്ഥലവും വീടും അല്ലാഹു നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. അത്തരത്തിലുള്ള ഒരുപാട് ആളുകൾ സാമ്പത്തികമായി ഞെരുക്കം അനുഭവിക്കുന്നവരുണ്ട് നമുക്കിടയിൽ. അല്ലാഹുവർക്കൊക്കെ റാഹത്ത് നൽകട്ടെ. എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു മാറ്റി നൽകി അനുഗ്രഹിക്കട്ടെ. മുടങ്ങാതെ എല്ലാ ദിവസവും ലാ ഹൗല ചൊല്ലണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം. എല്ലാവരും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം. 100 പ്രാവശ്യം മുടങ്ങരുത്. 100 വട്ടം ചെല്ലണം. മുടങ്ങരുത്. എല്ലാ ദിവസവും ചെല്ലണം. എങ്ങനെ ചെല്ലേണ്ടത്? ബിസ്മി ആവർത്തിക്കണം. വീണ്ടും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം. അങ്ങനെ തന്നെ നല്ല റാഹത്തായിട്ട് എഴുതി ഉറപ്പായിട്ടും വമ്പിച്ച വിജയം ഉണ്ടാവും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എൻ്റെ വല്യപ്പ ബഹുമാനപ്പെട്ട തഴവ ഉസ്താദ് അവറുകൾ അവിടുന്ന് പ്രത്യേകമായി നൽകിയിട്ടുള്ള വളരെ ശ്രേഷ്ഠമായ ഇജാസത്തിന് പ്രകാരമുള്ള ദിക്റാണ്. അല്ലാഹു അത് ചൊല്ലുവാനും മുടങ്ങാതെ കൃത്യമായി നമ്മുടെ ജീവിതത്തിൽ അത് നിലനിർത്തുന്നതിലൂടെ സാമ്പത്തികമാകുന്ന ഭദ്രതയും അല്ലാഹു നസീബാക്കട്ടെ. ചൊല്ലലാ ഹൗല ജീവിതം എപ്പോഴും സ്റ്റൈലാ
അതിനൊരു ശക്കുമിൽ ഒരിക്കലും ചിട്ട തെറ്റിപ്പോവരുതേ അലസതയാൽ ഒഴിക്കരുതേ. തഴവ ഉസ്താദ് അവരുകൾ മലബാറി വരുമ്പോൾ, നമ്മുടെ നാട്ടിലേക്കൊക്കെ വരുമ്പോൾ, വാതിന് വരുമ്പോൾ ഭാര്യയ്ക്ക് എഴുതിയിരുന്ന കത്താണ്. എൻ്റെ ഉമ്മാടെ ഉമ്മാക്ക് എഴുതിയ കത്തിൻ്റെ ഭാഗങ്ങളാണ്, അതിൻ്റെ ഒരു വരിയാണ്. ആയിരിക്കും നമ്മളിപ്പോൾ ഇന്ന് തേനെ പാലെന്നൊക്കെ പറഞ്ഞ് വാട്സാപ്പിൽ ചാറ്റ് ചെയ്യുന്നില്ലേ? അന്ന് ഇതല്ല, അന്ന് കത്ത് മുഖേനയുള്ള. ഈ കത്തിട്ടാൽ ദിവസങ്ങൾ കഴിയുമ്പോഴാണ് അവർ കിട്ടുക. ആ കത്തിന് കൊടുക്കുന്ന ഉപദേശമാണ്. കാരണം എന്തുകൊണ്ടാണ്? മാസങ്ങളോളമാണ് വാഴ്ന്നു പറയാൻ. ഞാനിപ്പോൾ ഇന്ന് ശനിയാഴ്ച ഇങ്ങോട്ട് വന്നു, ഞാൻ വ്യാഴാഴ്ച തിരിച്ച് നാട്ടിലേക്ക് എത്തും. എൻ്റെ രീതി എങ്ങനെയാണ്? കാരണം വെള്ളിയാഴ്ച ജുമ ഉണ്ട് കൊല്ലത്ത്, വ്യാഴാഴ്ച ഒരു ദിവസം ഒഴിവിടും കുടുംബത്തോടൊപ്പം. വളരെ അപൂർവമാണ് വ്യാഴാഴ്ച വാഴ്ന്നിന് പോകാൻ. അത് അത്ര നിർബന്ധിത സാഹചര്യത്തിൽ വളരെ അടുത്താണെങ്കിൽ പോയി വരും. എന്നാലും വളരെ കുറവാണ് വ്യാഴാഴ്ച ഒഴിവിടുന്ന ദിവസം. ബാക്കി എല്ലാ ദിവസവും വെള്ളി മുതൽ തുടങ്ങും. വെള്ളിയാഴ്ച ജുമായ്ക്ക് പോകും, വെള്ളിയാഴ്ച ജുമ കഴിഞ്ഞിട്ട് തുടങ്ങും, അടുത്ത വ്യാഴാഴ്ച വരെ ഇങ്ങനെ, വ്യാഴാഴ്ച ഉച്ചയോടുകൂടി വീട്ടിലെത്തും. അങ്ങനെയാണ് പൊതുവെ ഉള്ളൊരു റൊട്ടീൻ. എൻ്റെ ഒരു രീതി പറയാം, അങ്ങനെയാണ് മിക്ക ഉസ്താദുമാരുടെ. എന്നാൽ അങ്ങനെയല്ല, തഴവ ഉസ്താദ് പഴയ കാലത്തൊക്കെ വരുന്നത് ഇന്നത്തെ പോലെ വാഹന സൗകര്യങ്ങളോ ഒന്നും ഉള്ള കാലഘട്ടമല്ല. അതുകൊണ്ട് തന്നെ വന്നാൽ പിന്നെ ഒരു 2 മാസം 3 മാസമൊക്കെ ഇവിടെ തന്നെയാണ്, വാഴ തന്നെ. തിരിച്ചു വരുമ്പോൾ ഉണ്ടാവും, 1 മാസത്തോളം വീട്ടിലുണ്ടാവും. പിന്നെ ഇങ്ങോട്ട് പോകുന്നാൽ പിന്നെ ഉണ്ടാവും അതേപോലെ 2-3 മാസം. കോഴിക്കോട് ജില്ലയിലെ കുറ്റിച്ചിറയിലാണ് 68 ദിവസം തുടർച്ചയായി എല്ലാ ദിവസവും 2 മണിക്കൂർ പ്രഭാഷണം നടത്തി പ്രഭാഷണ കലയിൽ വേറിട്ട വ്യക്തിത്വമായി അദ്ദേഹം റെക്കോർഡിട്ടത്. ആ റെക്കോർഡ് ഇന്നും ആരും ഭേദിച്ചിട്ടില്ല. 68 ദിവസം തുടർച്ചയായി ഒരു സ്ഥലത്ത് തന്നെ മതപ്രഭാഷണം നടത്താൻ. ചിന്തിച്ചു നോക്കണം. അള്ളാഹു അവരുടെയൊക്കെ ദറജ ഉയർത്തുമാറാവട്ടെ, അവരുടെ ഖബർ ജീവിതം അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. അപ്പൊ അവിടുന്ന് അന്ന് എഴുതിയ കത്താണ്, അന്ന് അവരെഴുതിയ കത്തിന്റെ ഭാഗമാണ്. ഒരു കവർ കൊടുക്കുന്നില്ല, കവർ കൊടുത്തോളി പറഞ്ഞോളൂ. അന്ന് അവര് എഴുതിയ കത്തിന്റെ ഒരു ഉൾഭാഗമാണ്. ഞാൻ നിർത്തുന്നില്ല കേട്ടോ, ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങൾ നേരത്തെ ആ മഗ്‌രിബിന് വന്നിരുന്ന് ക്ഷീണിച്ച ആളുകളാണ്. അതുകൊണ്ടാണ് ഞാൻ കറക്റ്റ് 2 മണിക്കൂറിനുള്ളിൽ ഒതുക്കുന്നത്. ഇല്ലെങ്കിൽ സാധാരണ എൻ്റെ ഭാഗം നിങ്ങൾ നോക്കിയാലും 4 മണിക്കൂറും 3.5 മണിക്കൂറൊക്കെ പറയും വിഷയം. പക്ഷേ നിങ്ങളുടെ മുഖത്തൊന്നും എനിക്ക് വായിച്ചെടുക്കാൻ പറ്റും, ക്ഷീണമുണ്ട്. അങ്ങനെയാണല്ലോ, സദസ്സറിഞ്ഞ് വേണം സംസാരിക്കുക. നമ്മൾ കാട് കയറിയിട്ട് കാര്യമില്ല. നിങ്ങളുടെ മുഖത്തൊന്നും വായിക്കാം, എനിക്ക് ക്ഷീണമുണ്ട്. അതുകൊണ്ട് തന്നെ വേഗം നിർത്തും. ദ്വാരന്ന് പിരിയാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. കഥകടയ്ക്കാതെ ഉറങ്ങരുതേ നീ നോക്കാതെ, ഞാനത് റെഡിക്കടച്ചെന്നുറപ്പ് പലരും നിനക്ക് തന്നാലും, കഥകുകൾ അടഞ്ഞ് കണ്ടാലും അടുത്ത് ചെന്നിടണേ, അടിമുടി അടക്കി നോക്കിടണേ. അതിനൂടെ കൊളുത്തു സാക്ഷകൾ ശരിക്ക് വീണത് പിടിച്ചു നോക്കിടണേ, എന്നിട്ടുറപ്പിലെത്തിടണേ. ഓരോരോ വരികളാണ്. കഥ കടയ്ക്കുന്നതിനെ കുറിച്ചാണ് അതിങ്ങനെ തുടങ്ങുന്നത്. എന്നിട്ട് അതിലിങ്ങനെ പറഞ്ഞു വന്ന്, പശുവിനൊക്കെയുമേ നിത്യമിൽ കാടി നൽകണമേ, അവയുടെ ദാഹമൊക്കെ ശരിക്ക് തീർത്ത് വിശപ്പടക്കിടണേ, വാജിബ് തന്നെ തോർത്തിടണേ. അന്ന് കുടുംബത്ത് പശുവുള്ള കാലഘട്ടമാണ്. അതുകൊണ്ട് അതിനെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞു ഭാര്യയ്ക്ക് കൊടുക്കുന്ന ദിക്ർ, ചൊല്ലലാ ഹൗല, ജീവിതം എപ്പോഴും സ്റ്റൈലാ, അതിനൊരു ശക്കുമില്ല ഒരിക്കലും ചിട്ട തെറ്റിപ്പോവരുതേ, അലസതയാൽ ഒഴിക്കരുതേ. ലാ ഹൗല എന്ന ദിക്ർ മുടങ്ങാതെ ഞാനിപ്പോ പറഞ്ഞ രീതിക്ക് ചെല്ലിയാൽ, ചിട്ട തെറ്റാതെ മുടങ്ങാതെ ചെല്ലിയാൽ വല്ലാഹി സാമ്പത്തിക ഭദ്രത ഉണ്ടാവും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഉറപ്പാണ്. മുടങ്ങരുത്, ചിട്ട തെറ്റരുത്, എല്ലാ ദിവസവും ചെല്ലണം. എങ്ങനെ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ. ഇൻഷാ അല്ലാഹ് ചെല്ലൂലേ? ഉറക്കെ പറയ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇതിപ്പോ കുട്ടികളാണ്, അവര് ഖുർആൻ പഠിക്കേണ്ടതിനിടയ്ക്ക് ദിക്റെല്ലാം പോകണ്ട. നിങ്ങൾ വല്ലാത്ത ജനങ്ങളാണ്, അവരാണ് ഇൻഷാ അല്ലാഹ് പറയുന്നത് കേൾക്കുന്നത്. നിങ്ങൾ ഇൻഷാ അല്ലാഹ് പറയുന്നത് കേൾക്കുന്നില്ലല്ലോ, ഒന്ന് പറഞ്ഞ ഉറക്കെ. അല്ലാഹു കബൂലാക്കട്ടെ. ഇപ്പോഴാണ് അല്ലാഹ് കേട്ടത്. അല്ലാഹു കബൂലാക്കട്ടെ. അതുകൊണ്ട് എന്ത് ചെയ്യണം? മുടങ്ങരുത്, എല്ലാ ദിവസവും ചെയ്യാം. സാമ്പത്തികമായ ഒരു ഭദ്രത ഉണ്ടാവും. പ്രവാസികളായ ആളുകൾ നമ്മുടെ ഈ സദസ്സ് വീക്ഷിക്കുന്നവർ, അവരോട് ഓർമ്മപ്പെടുത്തുക,
ഗൾഫിൽ നിന്നൊക്കെ എത്ര കോളാണ്, കാമ ശരിയായില്ല, വിസ ശരിയായില്ല, ഒരു പുതിയ വിസയ്ക്ക് വേണ്ടി ശ്രമിക്കുന്നു, പല വിഷമങ്ങളും പ്രയാസങ്ങളും പറഞ്ഞു. നിങ്ങളൊക്കെ ദിക്ർ മുറുകെ പിടിക്കണം. നിസ്കാരം വേണം, അതോടൊപ്പം തന്നെ ദിക്റും ഔറാദും വേണം. നമ്മുടെ നാവ് അള്ളാഹുവിന്റെ സ്മരണയിലായി നനഞ്ഞുകൊണ്ടിരിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പേര് പറയാത്തൊരു സഹോദരി 4000 രൂപ. അള്ളാഹുവരുടെ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കണേ അല്ലാ. വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ. അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് കാവൽ നൽകണേ അല്ലാ. ആഖിറത്തിലേക്ക് ഉപയുക്തമായ സദഖയായി സദഖയെ സ്വീകരിക്കണേ അല്ലാ. അള്ളാഹു സ്വീകരിക്കട്ടെ. പേര് പറയാത്തൊരു വ്യക്തി 1000 രൂപ. അള്ളാഹുയെ സ്വീകരിക്കണേ അല്ലാ. ഗർഭാശയത്തിൽ മഴയുള്ള ഒരു സഹോദരി ദുആ ചെയ്യാ, ശിഫാ കൊടുക്കണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ. 4 ആളുകൾ ഏലംകുളം ഉസ്താദ് മന്ത്രിച്ചതാകുന്ന തേൻ സായക്തമാക്കിയിട്ടുണ്ട്. പടച്ചറപ്പേ, അവർക്ക് നീ ഖൈർ നൽകണേ അല്ലാ. വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ. രോഗങ്ങളെല്ലാം ശമനം നൽകണേ അല്ലാ. ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും ചിന്താശക്തിയും നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അള്ളാഹു സ്വീകരിക്കട്ടെ. എല്ലാവരും എഴുന്നേറ്റ് ദ്വാരൊക്കെ ചെറിയൊരു ദ്വാ എഴുന്നേറ്റ് ബുദ്ധിമുട്ടില്ലാത്തവർ. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. മുസഹഫും തസ്ബീഹൊക്കെ കൊടുത്തതായ ഒരു സഹോദരി അള്ളാഹു കബൂലാക്കട്ടെ. അവരുടെ കുട്ടികൾക്കുള്ള രോഗങ്ങളെല്ലാം അള്ളാഹു ശിഫാ നൽകി അനുഗ്രഹിക്കട്ടെ. കടം തീരാൻ ദുആ ചെയ്യാൻ, ഹൃദയത്തിന്റെ പോൾ പടയാൻ വേണ്ടിയും 6 മാസം കഴിഞ്ഞിട്ടുള്ളതാകുന്ന ടെസ്റ്റിൽ പോസിറ്റീവായ റിസൾട്ട് കിട്ടാൻ വേണ്ടിയും അള്ളാഹു റാഹത്ത് നൽകട്ടെ. എല്ലാ വിഷമങ്ങളും അള്ളാഹു മാറ്റി നൽകി അനുഗ്രഹിക്കട്ടെ. നാടിന്റെ നന്മ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടായ്മ യുവാക്കൾ 20,000 രൂപ അള്ളാഹു സ്വീകരിക്കട്ടെ. ഹലാല ഉദ്ദേശങ്ങൾ, ജോലിയിൽ ബറക്കത്ത് ലഭിക്കാൻ വേണ്ടിയും, ജോലി ഇല്ലാതെ നിൽക്കുന്നവരുണ്ട്, ഖൈറായ ജോലി ലഭിക്കുന്നതിനും ഉള്ള ജോലിയിൽ ഉയർച്ച ലഭിക്കുന്നതിന് വേണ്ടിയൊക്കെ, അലർജിയുടെ അസുഖം കൊണ്ട് ബുദ്ധിമുട്ടുന്ന 3 വർഷമായിട്ട് ബുദ്ധിമുട്ടുന്നതാ ഒരു ദ്വാരയൊക്കെ അള്ളാഹു പരിപൂർണമായ ശിഫാ നൽകട്ടെ. ഭർത്താവ് മരണപ്പെട്ടു പോയി, 4 കുട്ടികളുണ്ട്. അള്ളാഹു ഖൈറായ മക്കളായി കബൂലാക്കുമാറാവട്ടെ. ആ സഹോദരിയുടെ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയതാണ്, ദറജ ഉയർത്തട്ടെ. ഉമ്മയുടെ അസുഖങ്ങൾ മാറാൻ ദുആ ചെയ്യാൻ. ഒരു മുഴയുണ്ട്, അത് കുത്തിയെടുക്കാൻ പറഞ്ഞതിന് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതിരിക്കാൻ അള്ളാഹു എല്ലാം സലാമത്താക്കട്ടെ. ഒരു വ്യക്തിയുടെ കാലുവേദന ദുആ ചെയ്യാൻ മാറാൻ വേണ്ടി. അതുപോലെ ഒരു സ്ത്രീ അവരുടെ മുറാദ് ഹാസിലാകാൻ. ഒരു സഹോദരി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ഉണ്ട്, അവരുടെ എല്ലാ രോഗങ്ങളും ശമനം വരാൻ, വീട് പണി പെട്ടെന്ന് പൂർത്തീകരിക്കാൻ, കാലുവേദനയെല്ലാം അസുഖങ്ങളും മാറാൻ. എല്ലാ ദിവസവും ഉസ്താദിന്റെ വഅദ് കേൾക്കുകയും ക്ലാസ് ദിവസവും കേൾക്കുന്ന ഒരു വ്യക്തിയാണ്. വീട്ടിൽ പ്രയാസവും അതുപോലെ കടം വീടാനും ഒക്കെ ഉണ്ട്. മക്കൾക്ക് പ്രത്യേകമായി ദുആ ചെയ്യണം, വിവാഹം ശരിയാകാൻ. ഉസ്താദ് ഉംറയ്ക്ക് പോയാൽ പ്രത്യേകം ദുആ ചെയ്യണം. അള്ളാഹു എല്ലാവരുടെയും ഉദ്ദേശ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കട്ടെ. എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത മാസം നവംബർ 28-ന് ഇൻഷാ അല്ലാഹ് വിനീതൻ ഉംറയ്ക്ക് വേണ്ടി പോകുന്നുണ്ട്. പോകാൻ താല്പര്യമുള്ളവർ ഇൻഷാ അല്ലാഹ് ബന്ധപ്പെടും. ഒരു നോട്ടീസ് നിങ്ങൾക്ക് നൽകപ്പെടും, അതിൽ നമ്പറുണ്ട്, അതിൽ ബന്ധപ്പെടും. ഇന്നലെ ഖത്തറിൽ നിന്ന് മരിച്ചതാകുന്ന സഹോദരൻ ഇന്ന് ഖബറടക്കം ചെയ്യപ്പെട്ടു. അദ്ദേഹത്തിന് വേണ്ടി ദുആരക്കാൻ വേണ്ടി അള്ളാഹു പരിപൂർണമായ മഗ്ഫിറത്തും റഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ ധാരാളം ആളുകൾ സാമ്പത്തികമായി, ശാരീരികമായി, മാനസികമായി പിന്തുണച്ചവരുണ്ട്. നമ്മുടെ ഈ മഹലിന്റെ ഐക്യത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന മഹലിന്റെ സാരഥികൾ, കമ്മിറ്റിയുടെ ഭാരവാഹികൾ, എല്ലാവർക്കും അള്ളാഹു ഖൈർ പ്രദാനം ചെയ്യട്ടെ. ഇന്ന് ഭക്ഷണം നൽകിയ ജബ്ബാർ ഹാജി, അൽഹംദുലില്ലാ നല്ല ഭക്ഷണം അദ്ദേഹത്തിന്റെ കുടുംബം നൽകിയിട്ടുള്ളത്. അവരൊക്കെ റൂഹ ബയാൻ കുടുംബാദികളാണ്. അള്ളാഹു അവർക്കെല്ലാം റാഹത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ഒരു സ്വിഫ്റ്റിന്റെ ആണെന്ന് തോന്നുന്നു, ഒരു ചാവി കിട്ടിയിട്ടുണ്ട്. ആരുടെയെങ്കിലും വണ്ടിയുടെ ചാവി പോയെന്ന് നോക്കി, എല്ലാവരും നോക്കി. വാഹനത്തിന്റെ ചാവി കളഞ്ഞു പോയത് ആരെങ്കിലും എല്ലാവരും നോക്കും. ഉറങ്ങുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചു. 3000 രൂപ സദഖ മരണപ്പെട്ടുപോയ ജ്യേഷ്ഠന് വേണ്ടി ദുആരക്കാൻ. കഴിഞ്ഞ ആഴ്ച മരണപ്പെട്ടുവാൻ അള്ളാഹു മഗ്ഫിറത്തും റഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ.
ഒരു ചാവി കളഞ്ഞു കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കേട്ടാ. പോകാനായിട്ട് നോക്കുമ്പോൾ ഇവിടെ വന്നാൽ മതി, സ്റ്റേജിൽ വന്നാൽ മതി ഇൻഷാ അല്ലാ. അതെ ഇൻഷാ അല്ലാ. കവർ എല്ലാവരുടെയും കയ്യിൽ നൽകിയിട്ടുണ്ട്. നാളെ ദുആ മജ്‌ലിസിൽ വരുമ്പോൾ എല്ലാവരും ഇൻഷാ അല്ലാ നിർബന്ധമായും ആ കവർ തിരിച്ചു കൊണ്ടുവരിക. അതോടൊപ്പം തന്നെ അതിൽ നല്ലൊരു സദഖയും നിങ്ങൾ എല്ലാവരും നിയ്യത്ത് ചെയ്ത് കൊണ്ടുവരിക ഇൻഷാ അല്ലാ. നാളെ സമാപന ദിവസമാണ്, ദുആ മജ്‌ലിസാണ്. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. എല്ലാ പ്രാർത്ഥന വജസ്സുകളും അള്ളാഹു കബൂലാക്കട്ടെ. നേരത്തെ നമ്മളിവിടെ കേട്ടതാകും നമ്മുടെ ആലാപനങ്ങൾ, പരിശുദ്ധ പ്രവാചകന്റെ മദ്ഹ് കീർത്തനങ്ങൾ അടക്കം എല്ലാം അള്ളാഹു കബൂലാക്കട്ടെ. നമ്മുടെ പ്രിയ ഉസ്താദുമാരെല്ലാം അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ഈ മഹല്ലിന്റെ ഇസ്സത്ത് അള്ളാഹു നിലനിർത്തുമാറാവട്ടെ. آمين. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه على كل حال، وحمدا بقدر كمالك وعظمة ذاتك دائما بدوام ملكك يا الله. سبحان المنفس عن كل مديون، سبحان المفرج عن كل محزون، سبحان من أمره بين الكاف والنون، سبحان من إذا أراد شيئا أن يقول له كن فيكون. يا مفرد الهموم والغموم فرد همومنا وغمومنا يا الله. ويا حي يا قيوم برحمتك نستغيث. اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا ومولانا محمد. شجرة الأصل النورانية ولمعة القبضة الرحمانية وأفضل الخليقة الإنسانية وأشرف الصورة الجسمانية ومعدن الأسرار الربانية وخزائن العلوم الاستفائية صاحب القبضة الأصلية والبهجة السنية والرتبة العلية من اندرجت النبيون تحت لوائه فهم منه وإليه. وبارك وصل وسلم عليه وعلى آله عدد ما خلقت ورزقت وأمت وأحييت إلى يوم تبعث من نفنيت برحمتك يا الله. ويا أرحم الراحمين أرحم الراحمين يا الله. ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ. ഈ സംഗമം നീ കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ, മട്ടമ്മൽ മുസ്ലിം ജമാഅത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഈ മതവിജ്ഞാനവേദി പരിപൂർണമായി സ്വീകരിക്കണേ അല്ലാ. ഇതിൽ വന്നു ചേർന്നിട്ടുള്ള മുഴുവൻ സഹോദര സഹോദരിമാരെയും നീ കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള സർവ്വവിധ പാപങ്ങളും വിട്ടുപുറത്ത് അഫ്വ് ചെയ്യണേ അല്ലാ. ഞങ്ങളുടെ ഹൃദയങ്ങളെ നന്നാക്കണേ റബ്ബേ. ഹൃദയത്തിൽ നഖന്തിയെ നീക്കം ചെയ്യണേ അല്ലാ. അഹങ്കാരത്തെ നീക്കണേ അല്ലാ. ലോകമാന്യത നീക്കണേ അല്ലാ. നിന്റെ മാരിഫത്താകുന്ന നൂറുകൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെ സംശുദ്ധമാക്കണേ അല്ലാ. ഒരുപാട് ഹൈറായ നല്ല നീയത്തുകൾ ഞങ്ങൾക്കുണ്ട് റബ്ബേ. ഈ സദസ്സിൽ വന്നു ചേർന്ന സഹോദര സഹോദരിമാർ കൊണ്ട് അല്ലാ ഞങ്ങളുടെ സർവ്വ നീയത്തുകളെ സാധൂകരിക്കണേ അല്ലാ. ഞങ്ങൾ രോഗികളുണ്ട്, പരിപൂർണ രോഗശമനം നൽകണേ അല്ലാ. പനിയുള്ളവരുണ്ട്, കഫക്കെട്ടുള്ളവരുണ്ട്, തൊണ്ടവേദനയുള്ളവരുണ്ട്, തലവേദനയുള്ളവരുണ്ട്, കൈകാലുകൾ തരിപ്പുള്ളവരുണ്ട്, വാൾവ് തകരാറിലായവരുണ്ട്, ഹാർട്ട് സംബന്ധമായ രോഗമായി നിലകൊള്ളുന്നവരുണ്ട്, ആൻറ്റിയോഗ്രാം ചെയ്തവരുണ്ട്, ആൻറ്റിയോപ്ലാസ്റ്റി കഴിഞ്ഞവരുണ്ട്, പ്രഷറുള്ളവരുണ്ട്, ഷുഗറുള്ളവരുണ്ട്, കൊളസ്ട്രോൾ ബാധിച്ചവരുണ്ട്, മാരകമാകുന്ന ക്യാൻസർ ബാധിതരുണ്ട്, വിവിധങ്ങളാകുന്ന അലർജിയുടെ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. പടച്ച റബ്ബേ, ശിഫാ നൽകണേ അല്ലാ. വെരിക്കോസ് വൈരിന്റെ ബുദ്ധിമുട്ട് പറഞ്ഞവരുണ്ട്, യൂട്രസിൽ മഴയുള്ള സഹോദരിമാരുണ്ട്, ഉദര സംബന്ധമായ രോഗമായി നിലകൊള്ളുന്നവരുണ്ട്, തളർവാദം വന്നുകൊണ്ട് പ്രയാസം പറഞ്ഞവരുണ്ട്, സന്ധിവാദത്തിന്റെ ബുദ്ധിമുട്ട് പറഞ്ഞവരുണ്ട്, കൈകാലുകൾ തരിപ്പുള്ളവരുണ്ട്, കടച്ചിലുള്ളവരുണ്ട്, നീര് കെട്ടിക്കൊണ്ട് ബുദ്ധിമുട്ട് പറഞ്ഞതായ സഹോദര സഹോദരിമാരുണ്ട്. പടച്ച റബ്ബേ, ശിഫാ കൊടുക്കണേ അല്ലാ. ഗർഭപാത്രത്തിൽ മുഴയുള്ള സഹോദരി പ്രത്യേകമായി ദുആ വസിയ്യത്ത് പറഞ്ഞവരാണ്. നീ പരിപൂർണമായ ശിഫാ നൽകണേ അല്ലാ. ഏതെല്ലാം വിധത്തിലുള്ള വൈറസുകൾ ഞങ്ങൾക്കുണ്ടോ എല്ലാവിധ വൈറസുകളിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ അല്ലാ. കോവിഡാനന്തര രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ലാ. പരിപൂർണമായ കാവൽ നൽകണേ അല്ലാ. ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും ചിന്താശക്തിയും ഞങ്ങൾക്ക് നീ
നിലനിർത്തി നൽകണേ റബ്ബേ, നീ നിലനിർത്തി നൽകണേ അല്ലാ. ആയുരാരോഗ്യ സൗഭാഗ്യം ഞങ്ങൾക്ക് നീ നസീബാക്കണേ അല്ലാ. ജോലിയില്ലാത്തവരുണ്ട്, ഹൈറായ ജോലി നൽകണേ അല്ലാ. ഉള്ള ജോലി ബറക്കത്തുള്ളതാക്കണേ അല്ലാ. ഹൈറായ വേതനമുള്ളതാക്കണേ അല്ലാ. പ്രവാസ ലോകത്തുള്ളവരുണ്ട്, സന്തോഷം നൽകണേ അല്ലാ. ലൈവായി സദസ്സ് വീക്ഷിക്കുന്നവരുണ്ട്, ഹൈറിന്റെ കവാടങ്ങൾ നീ തുറന്നു കൊടുക്കണേ നാഥാ, നീ തുറന്നു കൊടുക്കണേ അല്ലാ. അനുയോജ്യരായ ഇണകളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. നൽകിയിട്ടുള്ള ഇണകളിൽ ബറക്കത്ത് ചൊരിയണേ അല്ലാ. മക്കളില്ലാത്തവരുണ്ട്, സ്വാലിഹായ മക്കളെ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. നൽകിയിട്ടുള്ള മക്കളെ സാലിഹീങ്ങളാക്കണേ അല്ലാ, ആബിദീങ്ങളാക്കണേ അല്ലാ, ഹാഫിളീങ്ങളാക്കണേ അല്ലാ. നിന്നെ അറിഞ്ഞ് ആരാധിക്കുന്ന മുത്തഖീങ്ങളിൽ മുഖ്ലിസീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. 5 വഖത്ത് കൃത്യമായി നിസ്കരിക്കുന്ന മുഅ്മിനീങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാ. മക്കളെ കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കുന്ന മാതാപിതാക്കളായി ഞങ്ങളെ നീ കബൂലാക്കണേ അല്ലാ. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, മക്കളെ ശ്രദ്ധിക്കൽ നിർബന്ധമാണ്. പരിശുദ്ധമായ ഖുർആനിനോട് അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന മിൻ അസ്വാജികും വ ഔലാദികും അദുവൽ ലക്കും. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങളുടെ ഇണകളിലും നിങ്ങളുടെ മക്കളിൽ ചില ആളുകളും നിങ്ങളുടെ ശത്രുക്കളാണേ. ഫഹദറൂഹും, അവരെ ശ്രദ്ധിക്കണേ എന്ന് വിശുദ്ധമായ ഖുർആൻ. 3 നേരം സുഭിക്ഷമായി മക്കൾ ആഹാര പാനീയങ്ങൾ കൊടുത്തത് കൊണ്ട് മക്കൾ നാളെ ആഖിറത്തിൽ ഉപകരിക്കുമെന്ന് പറയാൻ പറ്റുകയില്ല. കള്ളു കുടിക്കുന്ന മക്കളില്ലയോ, ലഹരി നുണയുന്ന മക്കളില്ലയോ, മാതാപിതാക്കൾ പറഞ്ഞാൽ അനുസരിക്കാത്ത മക്കളില്ലയോ, മോശപ്പെട്ട വർത്തമാനം പറഞ്ഞുകൊണ്ട് അവർക്കെതിരെ തിരിഞ്ഞു നിൽക്കുന്ന മക്കളില്ലയോ, സ്വവർഗരതിയുടെ അഴിനാട്ടത്തിലേക്ക് പോയ മക്കളില്ലയോ, ക്യാമ്പസുകളിലെ പ്രണയ ജോഡികളായി നിലകൊണ്ടുകൊണ്ട് രക്ഷിതാക്കൾക്ക് കോടതി മുറിയിൽ ബോധക്കേട് സമ്മാനിച്ചുകൊണ്ട് കാമുകന്റെ ബൈക്കിന്റെ പിന്നാമ്പുറത്ത് കയറി ടാറ്റ കടിച്ചുകൊണ്ട് കയറി പോകുന്ന മക്കളെ ഈ സമൂഹത്തിന് അന്യമല്ല. കേട്ടില്ലേ നിങ്ങൾ, കണ്ണൂർ ജില്ലയിൽ ഒരു സഹോദരിയെ വെട്ടിക്കൊലപ്പെടുത്തിയത് 5 വർഷമായിട്ടുള്ള പ്രണയമായിരുന്നു, പ്രണയ ജോഡികളായിരുന്നു. അവരുടെ കഴുത്തറത്ത് മാറ്റുകയാണ്. 19ഓളം മാരകമാകുന്ന വെട്ടുകൾ അവളുടെ ശരീരത്തിൽ നടത്തുകയാണ്. എന്നിട്ടും പ്രേമത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് മാതാപിതാക്കളെ തെറിവിളിച്ചുകൊണ്ട് സഹോദര സമുദായത്തിൽപ്പെട്ടവരെയും ഇതര സമുദായത്തിൽപ്പെട്ട ചെറുപ്പക്കാരും മുസ്ലിം സമുദായത്തിൽപ്പെട്ടതുമായ അവൾ കന്യനുമാകുന്ന ചെറുപ്പക്കാരുമായി ഒളിച്ചോടാ തയ്യാറായി നിൽക്കുന്ന പെങ്ങളെ, അതിനുവേണ്ടി രാപകൽ ഭേദമന്യ മൊബൈൽ ഫോണിലൂടെ നിറകൊള്ളിച്ചിരിക്കുന്ന സഹോദരിമാരെ, രാത്രിയുടെ യാമങ്ങളിൽ അത്തരത്തിലുള്ള ചെറുപ്പക്കാരുമായി ചാറ്റിംഗ് നടത്തി സ്വന്തം ശരീരത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരിതൊക്കെ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് പോലും അറിയാത്തതുപോലെ അഭിനയിച്ച് ഈ ദുനിയാവിന്റെ അഭിരുചി താല്പര്യം വെച്ചുകൊണ്ട് സ്വന്തം ശരീരത്തിന്റെ അഭിമാനത്തെ നഷ്ടപ്പെടുത്താൻ വേണ്ടി പെങ്ങളെ നീ ഇറങ്ങി തിരിച്ചാൽ ആഖിറം നിനക്ക് നഷ്ടമാ. ഈ ദുനിയാവിൽ മാത്രമല്ല ആഖിറവും നിനക്ക് നഷ്ടമാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കണേ, ആരെയാണ് നീ പ്രേമിക്കേണ്ടത്, ആരെയാണ് നീ ഇഷ്ക് വെക്കേണ്ടത്? അനുരാഗത്തിന്റെ അലമാലകൾ കൊണ്ട് ആലിംഗനം ചെയ്ത് ചുടുചുംബനം കൊടുത്ത് കെട്ടിപ്പിടിക്കേണ്ട നേതാവ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. ആ പ്രവാചകനെ ഇഷ്ടപ്പെടണേ, ആ പ്രവാചകന്റെ തിരുസുന്നത്തുകൾ മുറുകെ പിടിക്കണേ. ആ പ്രവാചകനെ പഠിക്കാൻ ഉപകരിക്കുന്ന പുസ്തകങ്ങൾ ഏതെല്ലാം നിറത്തിൽ കിട്ടിയാലും ഏതെല്ലാം ഭാഷകൾ ലഭിച്ചാലും അത് വായിക്കാനുള്ള മനസ്സ് നിനക്കുണ്ടാവണേ. ആ പ്രവാചകനിലേക്ക് ലയിക്കുന്ന ജീവിതം നിനക്കുണ്ടാവണം. ഖുർആൻ ഖത്മ തീർക്കുന്ന ശീലമുണ്ടാവണം. നമസ്കാരങ്ങൾ ചിട്ടവെക്കുന്നവളാകണം. നോമ്പുകൾ നോറ്റുവീട്ടുന്നവളാകണം. സകാത്തുകൾ കൊടുത്തു വീട്ടുന്നവളാകണം. ദീനീ കാര്യങ്ങളെ ശ്രദ്ധ പതിപ്പിക്കുന്നവരാകണം. കുടുംബത്തിന്റെ കാര്യങ്ങളെ ശ്രദ്ധിക്കുന്നവളാകണം. മാതാപിതാക്കളെ ശ്രദ്ധിക്കുന്ന മക്കളാകണം. മക്കളെ ശ്രദ്ധിക്കുന്നതായ രക്ഷിതാക്കളാകണം. അവരുടെ വിദ്യാഭ്യാസത്തിന്റെ രീതി, ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്, എത്ര മണിക്കാണ് പോകുന്നത്, എത്ര മണിക്കാണ് തിരിച്ചു വരുന്നത്, എത്ര മണിക്കാണ് ട്യൂഷന് പോകുന്നത്, എവിടേക്കാണ് പോകുന്നത്, ഏത് മദ്രസയിലാണ് പഠിക്കുന്നത്, എത്ര മണിക്കാണ് മദ്രസയിലെ ക്ലാസ് കഴിയുന്നത്, ആരാണ് പ്രധാന അധ്യാപകൻ, ആരാണ് പ്രധാനപ്പെട്ട ഉസ്താദ്, സ്കൂളിലെ അധ്യാപിക ആരാണ്, എത്ര മണിക്കാണ് മീറ്റിംഗ് വെച്ചിരിക്കുന്നത്, ഇതൊരു രക്ഷിതാവ് അറിഞ്ഞിരിക്കൽ നിർബന്ധമാണ്. കാരണം കാലഘട്ടം
മുസീബത്താണ്. അതുകൊണ്ട് തന്നെയാണ് ഖുർആൻ പറഞ്ഞത്, നിങ്ങളുടെ ചില മക്കൾ നിങ്ങൾക്ക് ശത്രുക്കളാകാം, ഫഹദറൂഹും, അവരെ ശ്രദ്ധിക്കണേ. ശ്രദ്ധിക്കാതെ പോയിട്ട് മക്കൾ പിഴച്ചു പോകുമ്പോ, എന്റെ മകന് സാലിഹായില്ല ഉസ്താദേ, എന്റെ മകൾ എന്നെ വിട്ടേച്ചു പോയി ഉസ്താദേ, അന്യമതത്തിൽപ്പെട്ടവരോടൊപ്പം ഒളിച്ചോടി എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞിട്ട് കാര്യമില്ല. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ നീ സാലിഹീങ്ങളിൽ ചേർക്കണേ അല്ലാ. പ്രത്യേകിച്ച് ഈ മഹല്ലത്തിലുള്ള മുഴുവൻ സഹോദര സഹോദരിമാരെയും നീ കാവലിലാക്കണേ അല്ലാ. ആഫിയത്ത്